ഡി സതീശൻ ഈ കാര്യത്തിൽ നീതി അർഹിക്കുന്നുണ്ടോ? സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ അധികാര ദുർവിനിയോഗം പരിഹരിക്കാൻ വരേണ്ട ആളാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ. ഇവിടെ അദ്ദേഹമാണ് ഈ പ്രശ്നത്തിന്റെ കേന്ദ്രം. ഈ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കാതിരുന്ന എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനിലെ കുടില തന്ത്രം ലീഗിന് ആത്മാർത്ഥമായി സതീശൻ വരണമെന്നുള്ളൊരു താല്പര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ലീഗിന്റെ പ്രവർത്തകരാണ് ഓരോ സ്ഥലത്ത് ചെന്ന് വലിയ പ്രവർത്തനം. കോൺഗ്രസിനൊന്നും അത്ര മെഷീനറി ഒന്നുമില്ല. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് മന്ത്രിസഭാ രൂപീകരണം നടക്കുന്നില്ല. KC ആണോ VD ആണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന വലിയ തർക്കം നടക്കുകയാണ്. മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ച VDയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹൈക്കമാൻഡിന് ഇപ്പോൾ KC എന്ന് കാണുന്നു. VD സതീശനോടൊപ്പമാണ് ജനങ്ങൾ. എന്നാൽ നേതാക്കൾ മുഴുവൻ KCക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സതീശൻ ഇത്രയൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തപ്പോഴും സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നുപോയത് കൊണ്ടാണോ സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാത്ത എന്ന ചർച്ചകൾ വലിയ സജീവമാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പണ്ട് സതീശൻ സംസാരിച്ച കുറെ കാര്യങ്ങളും വൈറലാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടോ ഏറ്റവും എളുപ്പം ഇപ്പോഴത്തെ കാലത്ത് വിധേയരായി ജീവിക്കുകയാണ്. പ്രത്യേക പിടിച്ച നേതാക്കന്മാരുടെ സൗകര്യമായിട്ട് നടക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്ന് വലിയ വായിൽ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് അണികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്ക് അങ്ങനെ അണികൾ ഉണ്ടാകണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല. കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. പല പേരുകളും നമ്മൾ കേട്ടു, ആവശ്യമില്ലാത്ത പേരുകൾ. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുക്കണം. സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഞാനിത് കണ്ടുപഠിക്കുകയല്ലേ. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. നമ്മളോടൊപ്പം ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ലാൽകുമാർ ആണുള്ളത്. ലാൽ, VD സതീശന്റെ ഈ നേതാക്കളുടെ പെട്ടി പിടിച്ചിട്ട് സ്ഥാനമാനങ്ങൾ വേണ്ട എന്നുള്ളത് ഒരു നിലപാടാണോ അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? അല്ല, ആ വിഷയം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം വർഷങ്ങളായിട്ട് VD സതീശൻ കൂട്ടത്തിൽ നിന്ന ആള് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കൂട്ടത്തിലാണ് നിന്നത്. പക്ഷെ ആ രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പോയിന്റിൽ നോക്കൂ, നിയമസഭയിൽ അദ്ദേഹം ഒതുക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ രമേശ് ചെന്നിത്തല ഇരുന്ന സമയത്ത് അദ്ദേഹം ഒതുക്കപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ കോൺഗ്രസിനകത്ത് ചെയ്യുന്നത് പോലെ ആവർത്തിച്ച് പുകഴ്ത്തുന്ന, മറ്റുള്ളവരെ പുകഴ്ത്തുന്ന ഒരു ശീലമൊന്നും VD സതീശനില്ല. ഇപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞു പോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ മര്യാദ. പലപ്പോഴും VD സതീശൻ അതിന്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് VD സതീശൻ എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി ഇരുന്ന കാലത്ത് അദ്ദേഹം നിയമസഭയിൽ ഉൾപ്പെടെ ഒതുക്കപ്പെട്ടു, സംസാരിക്കാൻ അവസരങ്ങൾ വരാതിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അദ്ദേഹം തന്നെ കാർവ് ഔട്ട് ചെയ്ത ഒരു സ്പേസ് ആണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യണം. അപ്പം വേറൊരാളുടെ പുറകെ പോയി ആ ഗ്രൂപ്പ് നേതൃത്വത്തിലേക്ക് വരികയല്ല. അതിന് പകരം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇതിനകത്ത് ഞാനൊരു നിശായി മാറിയില്ല എങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതല്ല, ഗ്രൂപ്പ് രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ VD സതീശൻ ഗ്രൂപ്പും തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആൾക്കാരുണ്ട്, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി റോഡിലിറങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ ആ വളർത്തലിന് അത്ര രീതിയിലുള്ള സപ്പോർട്ട് VD സതീശന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റ് ആൾക്കാരിൽ നിന്ന് നോക്കുവാണെങ്കിൽ കിട്ടിയിട്ടില്ല. ഇപ്പം 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ എന്തിനാണ് VD സതീശൻ തഴയപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് ആയ ലീഡറിൽ ഒരാളാണ് VD സതീശൻ. അദ്ദേഹം തഴയപ്പെട്ടതിന് കാരണം ഇവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും താല്പര്യങ്ങളും അദ്ദേഹം വരണ്ട എന്നുള്ള തീരുമാനമാണ്. അതേ അടിസ്ഥാനം പിന്നെ അദ്ദേഹം ഏതാണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ വഹിക്കുന്നതിന് കാരണങ്ങളിലൊന്നതാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ചിലപ്പോൾ ആ മന്ത്രിസഭയിൽ ചിലപ്പോൾ ഇത്രത്തോളം വിമർശനം ചിലപ്പോൾ ഉണ്ടായി വരില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ VD സതീശൻ കഴിഞ്ഞ 5 വർഷം നമ്മൾ പ്രതിപക്ഷ നേതാവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ഉപതിരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഒരു നല്ല പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അദ്ദേഹത്തിനുണ്ട്. തന്ത്രവും കുതന്ത്രവും ഒക്കെ പ്രയോഗിക്കാൻ അറിയാം. അങ്ങനെ ഒരാള് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് പാർട്ടി എത്തിച്ചപ്പോൾ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകാമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു നേതാവ് സതീശനാണല്ലോ. അപ്പൊ എന്നിട്ട് ഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കുന്നത് VD സതീശൻ തന്നെയാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടാതെ പോകുന്നത്? അതിന്റെ ശരിക്കും റീസൺ എന്താ? സുനിത, ഇതിനകത്ത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് മാറ്ററാണ്.
നമ്മൾ നീതി ഞാൻ അതിനെ രണ്ട് രീതിയിൽ സംസാരിക്കാം. നീതി എന്നുള്ളൊരു വിഷയം, അല്ലെങ്കിൽ ആരാണ് അർഹതപ്പെട്ടത് എന്നുള്ള നമ്മൾ ഒരു വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ പേര് വി ഡി സതീശൻ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ എന്തിന്റെ ബേസിൽ അർഹത എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് വിലയിരുത്തുന്ന? അർഹത എന്താണ് ബേസ്? അതാണ് അത് ഞാൻ ഈ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ അതും ക്ലിയർ ആവും. ഞാനത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് കേരളത്തിന്റെ മണ്ണിൽ എക്സ്ക്ലൂസീവ്ലി നിന്ന് പ്രവർത്തിച്ച ആൾക്കാരിൽ 2 പേരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. നമ്മൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേര് ഇപ്പം രമേശ് ചെന്നിത്തലയുടെ പോലും അല്ല, കെ സി വേണുഗോപാലിന്റെയാണ്. കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആള് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. അതൊരു ചെറിയ പദവിയല്ല. അദ്ദേഹം ഈ രാജ്യത്തെ കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്താൻ നടക്കുന്ന ആളാണ്. ആ പുഷ്ടിപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമുക്ക് വേണമെങ്കിൽ വിമർശനാത്മകമായി നോക്കാം. കാരണം പല സംസ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ വരവോടുകൂടി മോശമായി പോയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ, കേരളത്തിലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ ജോലിയാണ്. വി ഡി സതീശൻ ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതുപോലെ തന്നെ, മറ്റേതൊരു കോൺഗ്രസ് നേതാവിനുള്ളതുപോലെ തന്നെ അതിലും അധിക ബാധ്യത കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അദ്ദേഹത്തിനുണ്ട്. ആ പ്രവൃത്തികൾ കേരളത്തിൽ വരുമ്പം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാനൊരു തിരിച്ചൊരുതാറ് കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ ഞാൻ പങ്കെടുത്തപ്പം സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. മറ്റേതൊരു സംസ്ഥാനം, ഒരു ഉദാഹരണം മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എടുക്കുക. ആ മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് ഒരു BJP-കാരനെ കോൺഗ്രസിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. വലിയ സ്ട്രാറ്റജി നടത്തി അവിടുത്തെ വലിയ പ്രവർത്തനം നടത്തുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആണെന്ന് താല്പര്യം തോന്നിയാൽ ഒക്കും. ഇത് അതാ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും കോൺഗ്രസിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിത് ജി സുധാകരനെ പോലുള്ള ആൾക്കാർ അപ്പുറത്ത് നിന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് UDF-ന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ കെ സി വേണുഗോപാലാണ് വിജയിച്ചിട്ടുണ്ട് ഉള്ളത് എന്നുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രവർത്തനമായി ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്, ടാക്ടിക്കൽ പൊസിഷന്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുന്നതിന് എനിക്ക് ഒരു മടിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നാൽ പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തിരിച്ചൊരു ചോദ്യം, സംഘടനാ ജനറൽ സെക്രട്ടറി ജോലി എന്താ? ഇതൊക്കെ തന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ജോലി. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി. കേരള ജോഡോ യാത്രയല്ല സംഘടിപ്പിച്ചത്, ഭാരത് ജോഡോയാണ്. എന്തിനാണ് ഭാരത് ജോഡോ ആകുന്നത്? ഈ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തി എന്നുള്ള ഒറ്റ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹത്തിന് ഒരു മെച്ചപ്പെട്ട സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനമായിട്ട് അത് മാറുന്നുള്ളതാണ്. ആ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട സ്ഥാനം, ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം അതിലേക്ക് ജമ്പിൻ ചെയ്ത് ഇവിടുത്തെ പൊളിറ്റിക്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ ഒറ്റ കാര്യങ്ങൾ പറയാൻ വെച്ചുള്ള ക്ലിയർ ആവും. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പം കേരളത്തിൽ ഒരു പ്രശ്നമുണ്ട് തിരികെ. പ്രശ്നം വരാൻ സാധ്യതയുള്ളത് വി ഡി സതീശൻ ഒരു ക്ലെയിം വെക്കുന്നത് എന്താണ്? എനിക്ക് മുഖ്യമന്ത്രിയാകണം, മറ്റൊരാൾ മുഖ്യമന്ത്രി ആകണം എന്ന് താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. ഇവർ രണ്ടുപേരുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. കഴിഞ്ഞ 5 വർഷക്കാലം രമേശ് ചെന്നിത്തല അത്രയും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് മഹാരാഷ്ട്ര, മറ്റ് സംസ്ഥാനങ്ങളുടെ റോഡും കൂടെ വന്നിരുന്നു. ഇങ്ങനെ 2 പേര് ക്ലെയിം വെക്കുന്നു വെച്ചാൽ ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കമില്ലാതെ മുന്നോട്ട് പോകാൻ, കോൺഗ്രസിനെ നയിക്കാൻ, പ്രശ്നം പരിഹരിക്കാൻ വരേണ്ട ആളാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ. ഇവിടെ അദ്ദേഹമാണ് ഈ പ്രശ്നത്തിന്റെ കേന്ദ്രം. അതൊരു അപകടം പിടിച്ച പ്രശ്നമാണ്. അതൊരു ശരിയായ രീതിയല്ല. ഇതുമായി ചേർത്ത് വായിക്കേണ്ട വേറെ പ്രശ്നമുണ്ട്. കെ സി വേണുഗോപാലിലെ AICC-യുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാമാണെന്ന് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. കുറെ നാളുകളായി നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ഇക്വേഷൻ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്രത്തോളം ഗുണപ്രദമായി വന്നോ എന്നുള്ളത് പ്രപ്പോർഷനേറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. 44 സീറ്റിൽ നിന്ന് 100-ലേക്ക് എത്താൻ പറ്റി എന്ന് വേണമെങ്കിലൊക്കെ വാദിക്കാം. പക്ഷെ നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരാനും കോൺഗ്രസ് എന്ന സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആളുടെ വിമർശനാത്മകമായ ഒരു കാര്യമായിട്ട് എടുത്താൽ മതി. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതിന്റെ മെറിറ്റ് നഷ്ടപ്പെടുന്നില്ല. ഈ പറയുന്ന ആള് കേരളത്തിലേക്ക് വന്ന് ഒരു ക്ലെയിം ചെയ്യുക. അദ്ദേഹം അവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു ക്ലെയിം നടത്തുമ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്റ്റർബിംഗ് ഫോഴ്സായി മാറുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി ആയി മാറുന്നു. അതൊന്ന്. അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? കേരളത്തിൽ ആർക്കൊക്കെ സീറ്റ് കിട്ടണം എന്ന് അദ്ദേഹത്തിന് വലിയ തീരുമാനിക്കാൻ ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. 96 സീറ്റിലോ മറ്റോ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയില് കെ സി വേണുഗോപാലിനോട് താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്
സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൂടുതൽ സീറ്റ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നു. ആ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്ത ശേഷം അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് KCA മതി. അതിനകത്തൊരു അനീതിയുണ്ട്. കാര്യം ഒരു കാരണവശാലും ഇന്ന ആൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ലെവലിൽ മേളിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ആ രീതിയിലില്ല. കാരണം അവർക്ക് എഡ്ജ് ഇല്ലാത്തതിന് കാരണം അവർ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സംഘടനയുടെ റോൾ അവർക്കില്ല. അപ്പൊ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അടുത്ത് നിൽക്കുന്ന അടുപ്പമുള്ള ഒരാളെന്നുള്ള രീതിയിലും അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തന്നെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് KCA മതിയെന്ന്. അപ്പൊ സീറ്റ് ഇങ്ങനെ കൊടുത്തതിന് കാരണം എന്താ? അദ്ദേഹത്തിന്റെ പേര് പിന്നീട് പുള്ളിയുടെ പേര് ഉയർത്തി കാട്ടണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തത്. മറ്റു ഒരു വിഷയം എടുക്കുക, കേരളത്തിലേക്ക് ഫാസിസത്തെ തുടച്ചു നീക്കാൻ അദ്ദേഹം കേരളത്തിലേക്ക് പാർലമെന്റിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളത് നമ്മളിവിടെ കേട്ട കാര്യമാണ്. അന്ന് നമ്മളെല്ലാം ഉയർത്തിയ ഒരു വിമർശനമാണ് ഒരു കാരണവശാലും വരാൻ പാടില്ല. കാര്യം BJPക്ക് ഒരു സീറ്റ് കൂടെ രാജ്യസഭയിൽ നിന്ന് കിട്ടും. ആ രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞ ആൾ ഇപ്പൊ കേന്ദ്രത്തിൽ മന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ആലപ്പുഴ വന്നു. അപ്പൊ BJPയുമായിട്ടുള്ള ഇതിലുള്ള പോരാട്ടം അദ്ദേഹം അവസാനിപ്പിച്ചു. കേരളത്തിൽ എന്തായാലും ഇവിടെ BJPയുമായിട്ടൊന്നും അല്ല മത്സരം പോരാട്ടം നടക്കാൻ പോകുന്നത്, CPM-ഉമായിട്ട് തന്നെ. അതിനകത്ത് ആൾക്കാർ സംശയിക്കുന്നു. 1-2 സീറ്റ് BJPക്ക് കിട്ടിയെന്ന് പറയുന്നതും കാര്യമില്ല. കേരളത്തിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസും CPM തന്നെയാണ്. ഈ പ്രാവശ്യം ഒരു അടി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് നാച്ചുറലി റിവൈവ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. ആൾക്കാർക്ക് മടുപ്പുണ്ടായിട്ടുണ്ടാകാം, ആൾക്കാർക്ക് ഭരണവിരുദ്ധം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാകും. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പാർട്ടി ഇടതുപക്ഷ പാർട്ടിയോട് മുന്നോട്ട് വരും. അതിൽ ഒരു ദിവസം കൊണ്ട് അവർ കരക്കേറിയിരിക്കാൻ പോയില്ല. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ വളരെ കുടിലമായ ഒരു തന്ത്രം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, മറ്റുള്ളവരെ പിന്നീട് അവോയ്ഡ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് MLA-മാർ പറഞ്ഞില്ലേ, MLA-മാരെ നോക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ മറ്റേതൊരു സംസ്ഥാനം വന്നിരിക്കട്ടെ, മറ്റേതൊരു സംസ്ഥാനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുത്ത ശേഷം അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാണ് അടുത്ത പ്രശ്നം. വേറൊരാളെ ക്ലെയിം ചെയ്യുന്നെങ്കിൽ, ഇപ്പം രമേശ് ചെന്നിത്തലയും VD സതീശനോടാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആരാണ് കൂടുതൽ ഏത് MLA-മാരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് ലീഡർ എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആരാണ് CM-ന്റെ പോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത് തീരുമാനിക്കാം. ഇവിടെ അതിനകത്ത് ഒരു അനീതി വരുന്നത് അദ്ദേഹം തന്നെ തീരുമാനിച്ച ആൾക്കാരെ MLA ആകുന്നു എന്നുള്ളതാണ് അതിനകത്ത് അനീതി. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ അധികാര ദുർവിനിയോഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പോ നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക കൂലങ്കഷമായിട്ട് എല്ലാ സീറ്റിലൊന്നും പോയി നോക്കണ്ട, പക്ഷെ അത് അർഹരായവർക്കാണ് സീറ്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അതോ KC വേണുഗോപാലിന്റെ ഈ കുതന്ത്രം ആ സീറ്റ് കൊടുക്കുന്നതിലും വന്നിട്ടുണ്ടോ? അർഹരായവർക്ക് തന്നെയാണോ? അത് നിശ്ചയമായി വന്നിട്ടുണ്ട്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല. ഈ പറയുന്ന ഷിയാസിനെ എടുക്കുക, DCC ജനറൽ സെക്രട്ടറി, DCC പ്രസിഡന്റ്. അദ്ദേഹം DCC പ്രസിഡന്റിന്റെ സീറ്റ് കിട്ടാനായിട്ട് വലിയ ഫൈറ്റ് VD സതീശൻ നടത്തേണ്ടി വരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, ഷിയാസിന്റെ രാഷ്ട്രീയ രീതികളോടൊന്നും എനിക്ക് വലിയ യോജിപ്പുള്ള ഒരാളൊന്നുമില്ല. ഷിയാസ് ഈ കോൺഗ്രസിന്റെ രീതികളോട് പൊതുവെ എനിക്ക് എതിർപ്പാണെങ്കിലും പക്ഷെ ദീപ്തിക്ക് എന്താണ് എന്തായിരുന്നു അയോഗ്യത ദീപ്തി മേരിക്ക്? അതെ, അത് അടുത്ത ചോദ്യമാണ്. നോക്കൂ, ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ആൾക്ക് അയോഗ്യതയില്ല എന്ന് മാത്രമല്ല, അവർക്ക് മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റ് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ മറ്റേ അദ്ദേഹത്തിന് മെറിറ്റ് ഉണ്ട്. അപ്പം രണ്ടുപേരും കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അത് ഇവരുടെ ദീപ്തി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവരെ ഇത്രയും നാളും പരിഗണിക്കാതിരുന്നിടത്ത് അവരെ നിശ്ചയമായും പരിഗണിക്കണമായിരുന്നു. അത് കൊച്ചിയിൽ നിന്ന് മാത്രമല്ലല്ലോ, സീറ്റ് മറ്റിടത്ത് കിടപ്പില്ലായിരിക്കില്ലല്ലോ. അപ്പം കൊടുക്കാനാണെങ്കിൽ, കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇവർക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരല്ലല്ലോ ഇവർ. അപ്പൊ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു. അതാണ് ഇതിനകത്തെ സത്യം. പിന്നെ ഫൈറ്റ് ചെയ്താണ് പല സീറ്റുകളും ഇവർക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ പണിയാകും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ആ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എടുക്കുക, ഷിയാസ്, ഷാനിമോൾ ഉസ്മാന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എനിക്കറിയില്ല. ഷാനിമോൾ ഉസ്മാൻ VD സതീശനോട് അല്പം അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അടുപ്പം
നേതൃത്വമായിട്ടുണ്ടായിരുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനത്ത് ബാക്കി ആരും ഈ ഇത്രയും 5 വർഷം പ്രതിപക്ഷ നേതാവായി ഭരിച്ച ആള് 96 സീറ്റ് മത്സരിച്ച സ്ഥലത്ത് അതിൽ 63 സീറ്റ് കിട്ടി. അതിനകത്ത് 3 or 4 പേരേ ഉള്ളൂ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വൈരുദ്ധ്യം നമുക്ക് കാണില്ലേ അല്ലേ? അല്ല, അപ്പൊ അതിൽ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലേ? ഒരു പ്രതിപക്ഷ നേതാവിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ എത്രത്തോളം ഇടപെടാൻ പറ്റി എന്നുള്ളതാണ് അതിൽ പുറത്തു വരുന്ന ഒരു കാര്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ നേരത്തെ തന്നെ എറിഞ്ഞിരുന്നു. അതാണ് സത്യം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴൊരു ക്ലെയിമുമായിട്ട് വന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് അതിനകത്തൊരു അനീതി ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളോട് കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. വലിയ യോജിപ്പില്ല എന്നുള്ളതല്ല, യോജിപ്പേ ഇല്ല. ശരികൾ പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. കാര്യം തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് സംഭവിക്കാത്ത ആൾക്കാരൊന്നുമില്ല, അപ്പുറത്തും ഇപ്പുറത്തും സംഭവിക്കാത്ത ആൾക്കാരൊന്നുമില്ല. പിന്നെ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പെരുമാറുമ്പം സുനിത, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു കസേരയ്ക്ക് ചുറ്റുമുള്ള ഓട്ടമാണ്. ആ ഒരു കസേര പിടിക്കാനുള്ള ഒരു ശ്രമം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാരും നടത്തും. ഇപ്പൊ ഞാന് സജീവമായ രാഷ്ട്രീയത്തിലില്ലാത്തതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അങ്ങനൊരു കമന്റ് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷെ ഈ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനകത്ത് ചിലപ്പം ആൾക്കാരെ കൂടുതൽ അടുപ്പിക്കാനും ആൾക്കാരുടെ മനസ്സിലേക്ക് LDF മോശമെന്ന് പറയാനൊക്കെ ഉള്ള ശ്രമങ്ങളുണ്ടാവും. അതിനെ കൗണ്ടർ നറേറ്റീവ് എങ്ങനെ കൊണ്ടിരുന്നു, അല്ലെങ്കിൽ LDF എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ജോലിയാണ്. അപ്പം അതൊരു നാച്ചുറലി പൊളിറ്റിക്സിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം വി ഡി സതീശൻ മാത്രം ചെയ്തൊരു കാര്യമൊന്നുമല്ല, മറ്റാൾക്കാർ ചെയ്തിട്ടുണ്ട്. അത് കൽപ്പാന്ത കാലത്തോളം നടന്നിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ മാത്രം നടക്കുന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ ആകുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. ജനങ്ങളുടെ പിന്തുണ വി ഡി സതീശനുണ്ട്. കാരണം പുള്ളിയാണ് 5 കൊല്ലം ഇവിടെ നടന്ന് പ്രവർത്തിച്ചതും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതൊക്കെ. അപ്പൊ KC വേണുഗോപാൽ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെ ചുമതല നോക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ ഒന്നും തോൽവിയുടെയോ വീഴ്ചയുടെയോ ഒന്നും ക്രെഡിറ്റ് പുള്ളി ഒരിക്കലും ഏറ്റെടുക്കുന്നില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇവിടെ ഇലക്ഷൻ കഴിയുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ KC വേണുഗോപാൽ ഇന്ന സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നത്തിന്റെ ഉത്തരവാദി ഞാനാണ്, ഞാനത് ഇന്ന രീതിയിൽ തിരുത്തും, അല്ലെങ്കിൽ ഞാനത് മാറ്റങ്ങൾ വരുത്തും, തോൽവി ഞാൻ ഏറ്റെടുക്കുന്നു പറയുന്നൊന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷെ മലയാളി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കാതിരുന്ന എന്തുകൊണ്ടായിരിക്കും? അത് എനിക്കത് ഒന്നാമത്തെ കാര്യം, അവിടെ ആദ്യത്തെ ചോദ്യം, അദ്ദേഹം ഇലക്ഷന് മത്സരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് ഈ രീതിയിലായിരിക്കണമെന്നില്ല. കാര്യം അദ്ദേഹം മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ആദ്യം രാജ്യസഭാ സ്ഥാനം പോയി, അത് കഴിഞ്ഞ് ലോക്സഭയിലേക്ക് വേക്കൻസി വരികയാണ്, അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക്. അപ്പം അധികാരത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണെന്ന് ജനങ്ങളുടെ മുന്നിൽ വളരെ എവിഡന്റ് ആകുന്ന ഒരു തീരുമാനമായിരിക്കും അത്. അവിടെയാണ് ഈ ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. നോക്കൂ, ഇപ്പം നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും പിന്നീട് വേറൊരാളെ മത്സരിപ്പിച്ച് ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഗ്രസിലാണെങ്കിലും ഈ പറയുന്ന CPM-ലാണെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല അതിന്റെ ഫ്ലോ. ഈ ഫ്ലോ അങ്ങനല്ല. അതാണ് രാജ്യസഭ പോകുന്നു, പിന്നെ ലോക്സഭ കഴിഞ്ഞിട്ട് ഇതിന്റെ കൂട്ടത്തിൽ മത്സരിച്ച് പോവുക എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന അധികാരത്തിന്റെ മോഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് മാറും അത്. ആ ഇംപ്രഷൻ കോൺഗ്രസിനെ കൃത്യമായി അഫക്റ്റ് ചെയ്യുമെന്നും അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറയുന്നവർക്ക് നല്ല കൃത്യമായ വിലയിരുത്തലുണ്ട്. അവിടെ ആ വിലയിരുത്തലിനകത്ത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. അപ്പം അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുകയും പിന്നീട് മത്സരിക്കാൻ വരികയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അവിടുത്തെ KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനിലെ കുടില തന്ത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ KC വേണുഗോപാൽ എന്ന മനുഷ്യൻ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ അപകടാവസ്ഥയൊന്നുമില്ല. കോൺഗ്രസിന് അത്യാവശ്യം ഇഷ്ടംപോലെ നല്ല നേതാക്കളുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ കേന്ദ്രത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ കിടന്ന് പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല, ഒരിക്കലും തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ മോദിയെ തോൽപ്പിക്കാൻ പറ്റില്ല, ഇനി എനിക്കിവിടെ കാര്യമൊന്നുമില്ല, ഞാൻ ഇപ്പൊ റിട്ടയർ ആകുമ്പോൾ ആൾക്കാർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോലെ പുള്ളി അവിടുന്ന് പെട്ടിയെടുത്ത് പോകുന്ന നാട്ടിലൊക്കെ സെറ്റിൽ ചെയ്യാന്ന് വിചാരിക്കുമായിരിക്കോ? അപ്പൊ ഇന്ത്യയുടെ നമ്മളുടെ ഒരു ഭാവിയെ കുറിച്ചോ ഒരു സത്യസന്ധത ഉണ്ടോ ഈ രാഷ്ട്രീയത്തില്? അതെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എന്നോട് കോൺഗ്രസിന്റെ ആൾക്കാരോടും കേൾക്കുന്ന ആൾക്കാരോട് പൊറുക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഞാൻ സാധാരണ ഇത് സംസാരിക്കുമ്പം ഈ പറയുന്ന രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും സത്യസന്ധത പുലർത്തി വർത്താനം പറയുന്ന ആളാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ അത് സാധാരണ സംസാരിക്കുമ്പം എന്റെ ഒരു ഇന്റർപ്രിട്ടേഷനാണ് കൊണ്ടുവരാൻ ശ്രമിക്കുക.
അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ കൂടി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഓഡിയൻസിനെ വിശ്വസിപ്പിക്കുക, അതാണല്ലോ എപ്പോഴും രാഷ്ട്രീയം. അതിലൊരു പച്ചക്കള്ളം പറഞ്ഞ് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഇവിടെ സംഭവിക്കുന്നത്, ഇത് എന്റെ ഇന്റർപ്രിട്ടേഷനാണ്, കോൺഗ്രസിനകത്ത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിന് മാത്രമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മടുപ്പ് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം അതൊരു പോരാട്ട വീര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ. ഈ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആ പോരാട്ട വീര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിക് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ വിമർശനങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം മോഡിക്കെതിരെ നിൽക്കുന്നത് നോക്കൂ, അധികാരത്തിൽ നിന്ന് 3 ടേമോളം മാറി നിന്നിട്ടും അദ്ദേഹം ഇപ്പോഴും പോരാടുന്നുണ്ട്. പാർലമെന്റിലാണെങ്കിൽ പോരാടുന്നുണ്ട്. ഒരു ദിവസം ഇത് താഴെ വീഴും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോരാടുന്നത് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ നോക്കിപ്പം കേരളത്തിന്റെ UDF കൺവീനർ ഇവിടെ പോയിരിക്കുകയാണ്, പാർലമെന്റ് മെമ്പറാണ്. അദ്ദേഹം ഓടിപ്പിടച്ച് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത്. കാര്യം ഈ പറയുന്ന രാഷ്ട്രീയം ഏതാണ്ട് അവസാനിക്കാറായി. ഇവരൊക്കെ 70 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ 65 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. ഇനി വലിയ സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കി, എന്നാൽ ഇനി ഒരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ ഇപ്പൊ കിട്ടിയില്ല പിന്നെ കിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിൽ തോന്നിക്കഴിയുമ്പോഴത്തേന് പിന്നെ അവിടെ നീങ്ങി പോരുക. എത്ര പേരാണ് അങ്ങനെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്? അതിനകത്ത് സത്യത്തിൽ കോൺഗ്രസ് ഒരു സ്ഥാനമാനം കൊടുത്ത് ആ സ്ഥാനമാനത്തെ റെസ്പെക്ട് ചെയ്ത് ജനങ്ങളെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇതാണ്, ഞാൻ ഇന്ന് ചെയ്യുക. അദ്ദേഹത്തിന് വേണമെങ്കിൽ 2 പ്രാവശ്യം MP ആയാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മന്ത്രിയാവുന്നതിനെ കുറിച്ച് താല്പര്യം പ്രകടിപ്പിച്ചു. എനിക്ക് കാസർഗോഡ് എവിടെയെങ്കിലും ഒരിടത്ത് നിയമസഭയിൽ മത്സരിക്കണം എന്ന് പറയുമല്ലോ. ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാം, അല്ലെങ്കിൽ ഉദുമ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാം എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. പക്ഷെ ആ ക്ലെയിം വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മുടെ താല്പര്യങ്ങൾ മാത്രം. കോൺഗ്രസിനകത്ത് നിന്നപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സത്യവുമാണ്. അദ്ദേഹത്തിനെ പരിഗണിച്ചപ്പം അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പരിഗണിച്ചപ്പം പൂർണ്ണമായും കോൺഗ്രസിനോട് പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം കൃത്യമായ റെസ്പോൺസ് കൊടുക്കുകയും, അല്ല മാത്രമല്ല കാസർഗോഡ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നമ്മൾ ആ വ്യത്യാസം കാണുകയും ചെയ്തു ഇപ്രാവശ്യം. അത് രാജ്മോഹന്റെയും കൂടെ ഒരു ഗുണമായിട്ട് ഞങ്ങളുടെ കോൺഗ്രസ് എന്ന് നോക്കൂ, കാസർഗോഡ് ഞങ്ങൾ ജയിച്ചില്ലവാണ് സത്യത്തിൽ. 2-3 മണ്ഡലം എന്ന് പറഞ്ഞാൽ വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ ജയിച്ചുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആൾ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ രാഷ്ട്രീയത്തെ സത്യസന്ധമായി വിലയിരുത്തുമ്പം അത് അദ്ദേഹം ഇടപെടുന്ന രീതി. ഇപ്പൊ നോക്കും, മുഖ്യമന്ത്രി ആയിരുന്ന തന്നെ പറഞ്ഞു, ഇപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണല്ലോ പിണറായി വിജയൻ. അദ്ദേഹം നല്ല ബന്ധമാണ്. അദ്ദേഹം മോശം അഭിപ്രായമല്ല, നല്ല അഭിപ്രായമാണ് പറയുക. ഉണ്ണിത്താനെ കുറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നല്ല അഭിപ്രായമാണ്. അപ്പം രാഷ്ട്രീയം പറഞ്ഞ ശേഷം വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പം ഒന്നിച്ച് പ്രവർത്തിക്കാനും ആ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ലാർജർ പോയിന്റ് അതല്ല, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. അതല്ലാതെ എനിക്ക് താഴേക്ക് വരണം, എനിക്ക് ഇവിടേക്ക് വരണം. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് അംബീഷ്യസ് ആയിട്ട് ഒരാളാണ്. കൊടിക്കുന്നിൽ സുരേഷിന് കേരളത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് പല വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇത് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അടൂർ പ്രകാശിന്റെ കാര്യം അങ്ങനെ തന്നെ. അടൂർ പ്രകാശിന്റെ കാര്യം അങ്ങനെ. അല്ല, പക്ഷെ എനിക്കിതിലൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ 20 സീറ്റ് നേടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിന് ഒരു MP ആയിട്ട് പക്ഷെ അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും ഒരു MP-യുടെ കഴിവുള്ള ആളെയാണല്ലോ ഇവിടുന്ന് MP ആയിട്ട് വിടേണ്ടത്. പക്ഷെ സീറ്റ് ജയിക്കുക എന്നുള്ള മാത്രം ലക്ഷ്യം വെച്ച് ലോക്കൽ നേതാക്കളെയൊക്കെ ഒരു MP ആയിട്ട് അവിടെ പോയി പണിയെടുക്കാൻ കഴിയാത്തവരെ നിർബന്ധപൂർവ്വം ഈ താങ്ങാൻ പറ്റാത്ത ഭാരം എടുത്ത് കയറ്റി വിട്ടത് കൊണ്ടാണോ ഇവർ തിരിച്ചു വരുന്നത്? ഇപ്പൊ കെ മുരളീധരന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കെ മുരളീധരനോട് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഓടിപ്പോന്നത് പുള്ളി ഈ KC വേണുഗോപാലിന്റെ പോലത്തെ ഒരു അവസ്ഥയിൽ എത്താതിരിക്കാൻ വേണ്ടിയും ഈ ചീത്തപ്പേര് അധികാരം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ തൃശ്ശൂർ തോറ്റാലും അടുത്ത തവണ ഇലക്ഷൻ വരുമ്പോൾ ആ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. ഈ പോയ MP-മാരൊക്കെ MP-മാരാകാൻ യോഗ്യത ഉള്ളവരാണോ, അതോ അവർ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടവരാണോ? അല്ല, അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ അത് എല്ലാ പാർട്ടിക്കും ആ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പാർട്ടിക്കും പാർലമെന്റിലേക്ക് വിടുന്ന ഇപ്പം CPM-ന്റെ ആള് നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം, പക്ഷെ ഇവര് പാർലമെന്റിന് ഉചിതമായിട്ടൊരാളാണോ എന്നൊരു ചോദ്യം എന്നോടൊരാൾ വിമർശനാത്മകം, നിന്റെ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ആദ്യം വരാൻ പോകുന്ന സാധനം നിന്റെ ആൾക്കാർ കൊള്ളാമോടാ എന്നൊരു ചോദ്യം ചിലപ്പോൾ വരും. അത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തെ കൂടെ അഡ്രസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം കോൺഗ്രസ് എന്നുള്ളതോ UDF എന്നുള്ളതൊക്കെ അതൊക്കെ വിടുക, അല്ലെങ്കിൽ CPM എന്നുള്ളത് വിടുക. അങ്ങനെ ഒരു നാഷണൽ പൊളിറ്റിക്സിലേക്കുള്ള പ്രോഡക്റ്റുകൾ വരുന്നില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. അതിനുവേണ്ടി കാർവ് ഔട്ട് ചെയ്യേണ്ടത് ആ സ്പേസ് എനിക്കൊന്ന് UDF LDF ഒരുമിച്ച് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ഇപ്പം ശശി തരൂരിനെ എടുക്കുക. ശശി തരൂർ
ദേശീയ രാഷ്ട്രീയത്തിന് മാത്രം പറ്റുന്ന ഒരാളാണ്, കേരളത്തിലെ രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളല്ല. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ള ഒരു പ്രശ്നം, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ പലപ്പോഴും ഡൈല്യൂട്ടഡ് ആണ്. ഒന്ന്, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പൊസിഷനാണ് അദ്ദേഹം എടുക്കുന്നത്. നോക്കൂ, ഇന്ത്യയിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരൻ എഴുതി, ലോർഡ് കർസന് ശേഷം ഇത്രയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ. തരൂർ അത്രയും വെർബൽ അക്വൈന്റൻസ് ഉള്ള ഒരാളാണ്. ഹി സ്പീക്സ് ബ്യൂട്ടിഫുള്ളി. ഏതൊരു കോംപ്ലിക്കേറ്റഡ് ഐഡിയയും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, കഴിഞ്ഞ 10-15 വർഷമായിട്ട് അദ്ദേഹം പാർലമെന്റ് മെമ്പറാണ്. ഓക്സ്ഫോർഡ് യൂണിയനിൽ പോയി ഇന്ത്യയെ കുറിച്ച് സംസാരിച്ച ഒരു പ്രസംഗമല്ലാതെ പാർലമെന്റിൽ ഏതേലും ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ വൈറലായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമൂഹത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്റെ അറിവിൽ ഒരെണ്ണം പോലും ഇല്ല. അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷെ ഒരു അക്കാഡമിക് ലെവലിൽ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നമുക്ക് പാർലമെന്റിൽ വളരെ ഏകാധിപത്യ പ്രവണതയോടുകൂടി നിൽക്കുന്ന ഒരു BJP-യെ നേരിടാൻ അവിടെ നമുക്ക് ബംഗാളിൽ നിന്ന് കൊടുക്കുന്ന പോലെ ഒരു മഹുവ മൊയ്ത്ര ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമുക്ക് ഞാനും സുനിതയും ഒക്കെ പല പ്രാവശ്യം ചർച്ച ചെയ്തു. മഹുവ മൊയ്ത്ര അത്ര നന്നായിട്ട് സംസാരിച്ചത്. ഒരു നോർമൽ ഡേയില് ചിലപ്പോൾ അവരുടെ സംസാരത്തിന്റെ ശൈലി നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ കെട്ട കാലത്ത് അവരെ പോലെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാൾ വേണം എന്നുള്ളതാണ്. അപ്പൊ ബംഗാളിൽ നിന്നൊരു പ്രോഡക്റ്റിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും പ്രോഡക്റ്റിനെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ പൊതുവെ കൊള്ളില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പൊതുവെ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്, പാർലമെന്റ് മെമ്പർമാരെ മേലോട്ട് പോകുന്ന ആൾക്കാർ അത്ര മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവരുടെ യങ് ബ്രിഗേഡ് എടുത്താൽ പോലും they are unable to express things. അവര് പറയുന്ന ഒരു കാര്യം ഒരു ഫയറി ലെവലിൽ പറയുന്ന കാര്യത്തിൽ അല്ല, അതുകൊണ്ട് പറ്റാത്ത പണിയാണ്ട് കൂടും കുടുക്കി എടുത്ത് പോരുന്നായിരിക്കില്ല ഇവരൊക്കെ തിരിച്ച്. അതും പോസിബിൾ ആണ്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇവർക്ക് കിട്ടുന്ന ടൈം അലോക്കേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ടൈമും ഒരു പ്രശ്നമാണ്. കാര്യം ഒരു പഴയ ലൈലന്റ് എഞ്ചിൻ പോലെ ഇതൊന്ന് ചൂടായി എന്ന് പറയേണ്ട വരുമ്പോൾ തന്നെ സമയം കഴിഞ്ഞു പോകും. പിന്നെ സ്റ്റോൾവേർഡ്സ് ഉണ്ട്, അവർ ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ നോക്കുന്നു. ശശി തരൂർ കോൺഗ്രസുമായി തർക്കം ഉണ്ടായ ശേഷം കോൺഗ്രസിനോട് വെച്ച ആദ്യത്തെ ക്ലെയിമുകളിലൊന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമയം അനുവദിക്കണം പാർലമെന്റിൽ സംസാരിക്കാൻ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അത് പോട്ടെ, ഒരു 3 മിനിറ്റ് എനിക്ക് ടൈം കിടക്കാൻ തോന്നുന്നില്ല. കാരണം DMK-യുടെ പലരും പ്രസംഗിച്ച പല സാധനങ്ങളും രാവിലെ മനസ്സിൽ ഇപ്പൊ പലതും കാണുമായിരിക്കും. അവർക്കും അത്രയൊക്കെ സമയം കിട്ടുന്നു. അബ്സല്യൂട്ട്ലി, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കനിമൊഴിയുടെ പ്രസംഗം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പലരുടെയും രാജ മണിപ്പൂരിൽ നിന്നൊരാളുടെ കാര്യം നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ എത്രയോ പേരുടെ കാര്യം നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരാളെ അങ്ങനെ എടുത്തു കാണിച്ച് പ്രൊജക്ട് ചെയ്യുന്ന രീതി വളരെ 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 കുറവാണ്. ഇപ്പം പാർലമെന്റിലേക്ക് ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് വലിയ 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 ഓരോ സ്ഥാനാർത്ഥിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 1000 അഭിപ്രായങ്ങൾ പറയാൻ കാണും. അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഉദ്ദേശമില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ആ പൊളിറ്റിക്കൽ ലീഡറെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. പക്ഷെ അവരുടെ പൊളിറ്റിക്കൽ റിഫൈൻമെന്റ് അത് കേരള പൊളിറ്റിക്സിനെ ഓറിയന്റ് ചെയ്താണ് അവർ നിൽക്കുന്നത്. ഇപ്പം SFI കൂടെ വളർന്നു വരുന്നു, അല്ലെങ്കിൽ KSU കൂടെ വളർന്നു വരുന്നു, യൂത്ത് കോൺഗ്രസ് ആകുന്നു, അതുപോലെ തന്നെ യുവമോർച്ച, അങ്ങനെ വളർന്നു വരുമ്പം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെട്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയവുമായി അല്ലാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്താനായിട്ട് നമുക്കൊരു അധിക ഉത്തരവാദിത്തം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് അല്പം മാറിയാണ് വന്നതെങ്കിലും പ്രസക്തമായ കാര്യമായിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിലായിട്ട് സംസാരിച്ചത്. കാര്യം അത് നമ്മൾ ഇന്ന് മാത്രമായി നിന്ന് അവസാനിക്കേണ്ട ഒരു വിഷയമല്ല. അടുത്ത ദിവസങ്ങളിലേക്കും ഒക്കെ ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ അത്രയും ഗൗരവത്തിൽ അതിനെ കണ്ടത്. ഇപ്പോ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പുള്ളി ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളുകളാണ് നമ്മളാണ് പുള്ളി ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നത്. പുള്ളി എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പായിരുന്നു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇപ്പൊ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നവരിൽ നല്ലൊരു വിഭാഗം ഇടതുപക്ഷക്കാരുണ്ട്. എന്ത് രാഷ്ട്രീയം അത്? നമ്മൾ അധികാരം കിട്ടിക്കഴിയുമ്പോ അതിനൊപ്പം പോവാണോ? VD സതീശന്റെ ഫാൻ ആവുകയാണോ? എന്ത് കാര്യത്തിലാണ് നമ്മൾ ഈ സതീശനൊപ്പം നിൽക്കുന്നത്? VD സതീശന്റെ അല്ല, അത് അങ്ങനെയല്ല. VD സതീശന്റെ ഫാനും ആവുകയല്ല, അവരുടെ രാഷ്ട്രീയത്തോടൊപ്പം പോവുകയല്ല. ഇപ്പൊ നോക്കൂ, എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. എന്നെ വേറൊരാൾ പറഞ്ഞാലൊന്നും എന്റെ രാഷ്ട്രീയത്തിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ മാറുന്ന ഒരാളല്ല. ഞാൻ മാറാൻ പറ്റില്ല. കാര്യം അത്രയും ഫൈൻനെസ് എനിക്ക് എന്റെ രാഷ്ട്രീയത്തിനകത്തുണ്ട്. എന്റെ അത്രയും അസർട്ടീവാണ് ഞാൻ പറയുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ പോലും വരില്ല ആൾക്കാർക്ക് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ പോലൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീതി എന്നുള്ളൊരു എലമെന്റ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടാണ്.
നമ്മൾ ഏതൊക്കെ ഇപ്പം CPIM എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇതിനകത്ത് കയറി അഭിപ്രായം പറയില്ല, അല്ലെ BJP പറയില്ല. അവര് ആര് തന്നെ ആയിക്കോട്ടെ, ഇത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്നുള്ളതാണ് പൊതുവെ വരിക. ഇപ്പം ലാൽകുമാർ എന്ന ഒരു CPM മെമ്പറാണ്, എനിക്ക് മെമ്പർഷിപ്പോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ഥാനമാനവും ഉണ്ടെങ്കിൽ ചിലപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയില്ല. കാര്യം മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യത്തിൽ കയറി ഒരു അഭിപ്രായം പുറത്തു നിൽക്കുന്ന ഒരാൾ പറയണ്ട എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും നീതി പുലരുക എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഒരാള് നീതി അർഹിക്കുന്നുണ്ടോ, അയാൾ സത്യമാണ് പറഞ്ഞത്, കള്ളമാണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ള ഉപരി ആ വ്യക്തി നീതി അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് റോഡിലിറങ്ങുമ്പോൾ CPM-കാരോ BJP-കാരോ അല്ലല്ലോ അദ്ദേഹത്തിന് വേണ്ടി റോഡിലിറങ്ങിയത്. അപ്പം അദ്ദേഹത്തിനോട് ഒരു അനീതി ചെയ്തു എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ആ നീതി ചെയ്തില്ല എന്നുള്ള തോന്നൽ നമുക്കും ഉണ്ടാകാം. ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് VD സതീശൻ എന്നല്ല, മറ്റാരായിരുന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ നിന്നേനെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ VD സതീശൻ എന്നുള്ള ഒരു ഒറ്റ ആളിലേക്ക് കേന്ദ്രീകരിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ VD സതീശന്റെ പൊളിറ്റിക്സുമായി നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല, VD സതീശന് നീതി അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിനോട് അനീതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് കോൺഗ്രസിനോളം തന്നെ പ്രാധാന്യം മുസ്ലിം ലീഗിനും കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് ശശി തരൂർ ഇടയ്ക്ക് ഇവിടെ മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ ചില യാത്രകളൊക്കെ നടത്തുമ്പോൾ മുസ്ലിം ലീഗാണ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഭയങ്കര വാം വെൽക്കം ചെയ്യും, എല്ലാ തരത്തിലും പിന്തുണയ്ക്കുകയും. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാട് മാറിയപ്പോൾ അവരുടെ നിലപാട് മാറി. ഇപ്പൊ VD സതീശൻ ഇങ്ങനെയൊരു സമയത്ത് നിൽക്കുമ്പോൾ പ്രതിസന്ധി എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ ഇല്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗുകാരാണ് പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വന്ന് മുന്നിലിറങ്ങി സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി മുസ്ലിം ലീഗ് MSF-ന്റെ കുട്ടികൾ ഡൽഹിയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് കണ്ടു. പിന്നെ കേരളത്തിലുടനീളം പല പ്രകടനങ്ങളൊക്കെ നടക്കുന്നതിലും ഇത്തരം സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം, പല സ്ഥലത്തും നടന്ന പ്രകടനങ്ങളുടെ ബാനർ എന്ന് പറയുന്നത് പട നയിച്ചവൻ പിന്നെ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ള ബാനർ. പക്ഷെ മലപ്പുറത്ത് നടന്നൊരു പോസ്റ്റർ ഞാൻ നോക്കിയപ്പോൾ മതേതരത്വം വിജയിക്കട്ടെ എന്നാ. കാരണം അവർക്ക് മതേതരത്വം വിജയിക്കട്ടെ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പിടിച്ച് നടക്കേണ്ട ഗതികേടും കൂടിയുണ്ട്. ഈ ഒരു ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ VD സതീശന്റെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ UDF-നെ സഹായിച്ചു? അപ്പൊ അവസാനം ഇപ്പൊ ചില കോൺഗ്രസ്സുകാരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ കോൺഗ്രസിന്റെ ഭാരവാഹിയാണെന്നുണ്ട്, ഈ പ്രകടനത്തിലൊക്കെ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരു ഭയങ്കരമായ ഒരു മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു വലിയ സപ്പോർട്ട് സതീശന് കിട്ടുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് എന്ത് സപ്പോർട്ടാണ്? അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അത് പിണറായി വിരോധാണോ അതോ സംഘപരിവാർ വിരുദ്ധതയാണോ? ഏത് കാര്യത്തിലാണ് ഇവർ യോജിക്കുന്നത്? സതീശന് പിന്നിൽ അണിചേരുന്ന പോയിന്റ് ഏതാ? ഇതിനകത്ത് എനിക്ക് ഇതിനകത്തൊരു കോംപ്ലിക്കേറ്റഡ് ഒപ്പീനിയൻ ആണുള്ളത്. ഞാനത് വളരെ വിശദീകരിച്ച് തന്നെ പറയാം. ലീഗിന് ആത്മാർത്ഥമായി VD സതീശൻ വരണമെന്നുള്ളൊരു താല്പര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ സംശയം ഞാനത് വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ കയ്യിൽ മെരിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല KC വേണുഗോപാൽ. KC വേണുഗോപാൽ, അതെ, VD അവരുടെ ഭാഗമാണ്. VD കഴിഞ്ഞ 5 വർഷത്തെ രാഷ്ട്രീയത്തിനകത്ത് VD ഇച്ചിലൂടെ മെരിക്കാൻ എളുപ്പമാണ്, ടീമബിൾ ആണ്. അപ്പൊ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചാൽ ടീമബിൾ ആണ്. ഒരു ഘട്ടത്തിൽ പോലും KC വേണുഗോപാല് അത് അവരുടെ കീഴിലേക്ക് എത്തിയിട്ടില്ല. അല്ല, ഇതെനിക്ക് തന്നെ സംശയമുണ്ട്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യത്. VD സതീശൻ മെരുക്കാൻ എളുപ്പമുള്ള ആളെ അല്ലെന്നല്ലേ പറയുന്ന ആളുകൾ പൊതുവെ? KC എളുപ്പമാണെന്നും. അപ്പൊ ഇത് ലീഗിന്റെ കാര്യത്തിൽ എങ്ങനെയാ വ്യത്യാസമായത്? അതാണ് കുഴപ്പം. നോക്കൂ, ഞാൻ അത് രണ്ട് രീതിയിൽ തന്നെ കാണും. KCയെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ലെറ്റ്സ് ടേക്ക് വൺ ബൈ വൺ. ഇതിനകത്ത് KCയെ VD സതീശനെ മെരുക്കാൻ എളുപ്പമല്ല എന്നുള്ളത് ശരിയോ തെറ്റോ എന്നുള്ളതാണല്ലോ അടുത്ത ആദ്യത്തെ പ്രശ്നം. അത് ശരിയുമാണ് തെറ്റുമാണ്. അത് പറയുന്നു, ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഈ കാര്യം. ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തെ സംഘടനയ്ക്കകത്ത് ഏതേലും തരത്തിൽ VD സതീശനെ ടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എളുപ്പമല്ല. അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡൈല്യൂഷൻ പുറത്തു നിൽക്കുന്ന ലീഗിന് പറ്റും എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണ്. കാര്യം ലീഗിന്റെ സപ്പോർട്ട് ഇല്ലാതെ ലീഗിനെ അദ്ദേഹം ഒരിക്കലും തള്ളിപ്പറയുകയോ ലീഗിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ലീഗുമായി അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധമുണ്ടെന്ന് അത് ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. ലീഗ് എന്ന് പറയുന്ന പാർട്ടി VD സതീശനൊപ്പം നിൽക്കില്ല, രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കൂ എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്.
അതിൽ നിന്ന് മാറി ലീഗ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് അത്ര അനുകൂലമായി മാറുന്നത്? അദ്ദേഹം കൃത്യമായി കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ കോംപ്രമൈസിങ് പൊസിഷനിൽ അവരുമായിട്ട് അല്ലെങ്കിൽ അമിക്കബിളി എത്തിയിട്ടുള്ളതുകൊണ്ടാണ്. കോംപ്രമൈസ് ഉള്ള വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്. അമിക്കബിളി അദ്ദേഹത്തിന് എത്തിക്കാൻ കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വെച്ചിട്ട് സന്തോഷമുള്ള വാക്കാതായിരിക്കും അദ്ദേഹത്തിന് അവരെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം കാർക്കശ്യമായ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനും മാനേജ് ചെയ്യാനും അവരുടെ ഗുഡ് ബുക്കിൽ എത്താൻ പറ്റും. അതല്ലാതെ ഒരിക്കലും ആർക്കും പറ്റില്ല. നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല, അത് പറ്റില്ല. അത് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പേരിൽ നിന്ന് മാറി വി ഡി സതീശന്റെ പേര് അവിടെ എഴുതി ചേർക്കണമെങ്കിൽ, എഴുതി ചേർത്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കോംപ്രമൈസിങ് പൊസിഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈം ചെയ്യത്തക്ക രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്, ഗുഡ് ബുക്കിൽ എത്താൻ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്നത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന വി ഡി സതീശനും കോൺഗ്രസിനകത്ത് നിൽക്കുന്ന വി ഡി സതീശനെ വെളിയിൽ നിന്ന് നോക്കുന്നതും രണ്ടും രണ്ടാണ്. ഇതാണ് ആദ്യത്തെ കാര്യം. കെ സി നോക്കൂ, കെ സിക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ടുള്ള ഇന്ററാക്ഷൻ കേരളത്തിൽ വളരെ വളരെ കുറവാണ്. കാര്യത്തിൽ ഇടപെടുന്നത് വളരെ കുറവാണ്. ഞാൻ പറയും ലീഗിനെ ഒന്ന് ക്യാപ്പ് ചെയ്യുന്നതിന് കാരണം, അല്ലെങ്കിൽ ലീഗ് ഒന്ന് ക്യാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. അത് നല്ല രാഷ്ട്രീയമാണ് കേട്ടോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം. ലീഗിന്റെ അണികള് വിഷമിക്കാൻ വേണ്ടി പറയുന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണയുണ്ട്. ആദ്യം തന്നെ നമുക്കെല്ലാം ഉള്ള ഒരു ധാരണ പോലെ തന്നെ നമ്മളെക്കാളും ധാരണ അവർക്കുണ്ടല്ലോ അല്ലേ. രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലാണ് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന് അവർക്കൊരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വിട്ടുപോകുന്നുണ്ടോ? 63 സീറ്റുള്ള കോൺഗ്രസിനെ അങ്ങനെ മെരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ആ 63 സീറ്റിൽ 46 പേരെങ്കിലും കെ സിയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ രീതി അനുസരിച്ച് അത് കെ സി ഒക്യുപ്പൈ ചെയ്യാനാണ് സാധ്യത. അതിനെതിരെ ലീഗ് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അവർക്ക് കൃത്യമായി സംശയമുണ്ട്. പക്ഷേ അവർ കെ സിയോടൊപ്പം അല്ല എന്ന് ഒരു അവർ കോൺഗ്രസ് ലീഗുകാർ ആരെയും ഒരാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ കെ സി വീഡിയാണ് ആകേണ്ടതെന്ന്? ഒരു നേതാവും പുറത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരാളിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ വാർത്തകൾ വരുന്നുണ്ട് ലീഗെതിരെ. തങ്ങള് പറഞ്ഞല്ലോ, സാദിഖ് അലി തങ്ങൾ പറഞ്ഞില്ലേ സതീശനോടാണ് അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചല്ലോ. അത് ഞങ്ങൾക്ക് വേണ്ട ആള് ഇന്ന ആളാണ്, ഇന്ന ആളല്ലെങ്കിൽ എന്ന് അവർ പറഞ്ഞിട്ടില്ല. സതീശനോട് ഒരു അനുഭാവപൂർവമായ അതാ പറഞ്ഞു. സതീശനോട് അനുഭാവം എന്ന് നമുക്ക് വായിക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് പറയുന്നത് വഴി അതിനകത്ത് ഉദ്ദേശം ഒരു നല്ല പൊളിറ്റിക്കൽ ഉദ്ദേശമാണോ എങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. കെ സി വേണുഗോപാൽ അവരുമായിട്ട് അടുക്കണം, ഡീല് ചെയ്യപ്പെടണം. മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാള്. അല്ല, എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാല് പറയുന്നു ഇപ്പൊ കെ സി വേണുഗോപാലുമായിട്ട് ലീഗിന്റെ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി മത്സരിച്ചത് ലീഗിന്റെ സ്ഥലത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാലും ലീഗും തമ്മിൽ പല ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവരെ ഇടപെടുന്നുണ്ട്. അപ്പൊ ലീഗും കെ സി വേണുഗോപാലും തമ്മിൽ സതീശനായിട്ടുള്ളതിനേക്കാളും നല്ലൊരു ഡീല്, ബന്ധം എല്ലാം ഉണ്ടാവേണ്ടതല്ലേ? എങ്ങനെയാ അതില്ലാതെ പോയത്? നോക്കൂ, ബന്ധമില്ല എന്നുള്ളതല്ല. നോക്കൂ, ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് ഇപ്പം UDF അധികാരത്തിൽ വരണം. UDF അധികാരത്തിൽ വരണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ മാത്രം ആഗ്രഹമൊന്നുമല്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ നോക്കൂ, ഇവരെ കേൾക്കുന്നേയില്ല. വി ഡി സതീശൻ ഉണ്ടായാലേ ഞങ്ങളുള്ളൂ എന്ന് ലീഗ് പരസ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്നിരിക്കട്ടെ. ലീഗ് അതിൽ നിന്ന് പുറകോട്ട് പോകും. കാര്യം അല്ല, ഞങ്ങൾ എന്നാ പുറത്തു നിൽക്കത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ലീഗ് വെക്കുവോ? ലീഗിന് വെക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. അവർ ലീഗിന് ഇപ്പോഴത്തെ കോൺഗ്രസിന് അല്പം സീറ്റ് കുറവായിരുന്നു കിട്ടുന്നതെങ്കിൽ ലീഗിന് ഒരു വലിയ സേ കിട്ടിയെങ്കിൽ ആ സേ കുറയുന്ന ഒരു സാഹചര്യം ഇപ്പം കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ടുണ്ട്. അതിന് കാരണം കോൺഗ്രസ് അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ആ കോൺഗ്രസിന്റെ പെർഫോമൻസ് തന്നെയാണ് ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആള് ഇടപെട്ടിട്ടുണ്ടോ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമേ ഇല്ല. പക്ഷേ അത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് അല്ല, അത് വ്യത്യസ്തമായ ഒരു തലത്തിലാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കൂട്ടത്തിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്, ഇദ്ദേഹത്തിനെ കൂട്ടത്തിൽ നിർത്തേണ്ട ആവശ്യമുണ്ട്. അവർ പറയുന്നത് കേൾക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കട്ട് ആൻഡ് ഡ്രൈ എന്ന് പറയുന്ന പൊസിഷനിൽ കെ സി വേണുഗോപാൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എടുക്കാനുള്ള സാഹചര്യം വരാനും പാടില്ല.
അപ്പം ലീഗിന് ഞങ്ങൾ ഇപ്പുറത്താണ് എന്ന് പറയുന്നത് വഴി ഏതെങ്കിലും തരത്തിൽ KC വേണുഗോപാല് ഇവരുമായിട്ട് ഡീൽ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഡീലിങ്ങിന്റെ ആവശ്യം അവർക്കുണ്ട്, രണ്ടുപേർക്കുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പം അറ്റ് പ്രസന്റ് ലീഗിനെ വേണോ എന്ന് ചോദിച്ചാൽ ലീഗിനെ വേണം. പക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവര് ലീഗ് പറയുന്നത് വഴി പോകേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായ ധാരണയുണ്ട്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് കോൺഗ്രസ് VD സതീശനോട് ചേർന്ന് നിൽക്കുന്ന അനുകൂലികൾ ചെയ്തിരിക്കുന്നതിനകത്തും തിരിച്ചും മറിച്ചുള്ള ഒരു പ്രശ്നം, ഒരു സംഘി ചാപ്പ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചു KC വേണുഗോപാലിന്. അത് തെറ്റായ ഒരു രീതിയാണ്, അതിന്റെ ആവശ്യമില്ല. നോക്കൂ, സംഘപരിവാർ അനുകൂലമായ നിലപാട് ഒരാൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇയാൾ സംഘപരിവാർ നിലപാടാണ് എടുത്തിട്ടുള്ളതെന്ന് പറയൂ, അത് തെറ്റല്ല. പക്ഷേ ആ കാര്യം എടുക്കാത്തത് നിങ്ങൾ സംഖ്യയാണ് എന്ന് പറയുന്നത് VD സതീശനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും VD സതീശനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അന്ന് അദ്ദേഹം സംഖ്യയാണ് എന്ന് പറയുന്നതിനോട് അത് ശരിയായ ഒരു പ്രവണതയല്ല. അതിനകത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് ലീഗ് പലയിടത്തും കോംപ്രമൈസിങ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിലുള്ള ജമാഅത്ത് ഇൻഫ്ലുവൻസ് വളരെ ഹൈ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത് പലപ്പോഴും നമുക്ക് പ്രകടമായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുക്കുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ വളരെ സെക്യുലർ ആയിട്ടുള്ള ലീഗിന്റെ വേറൊരു വലിയ മുഖമാണ്, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു മുഖമാണ്. നമ്മൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ എതിർക്കുമെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അപ്രോച്ചബിൾ ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതുപോലല്ല പലപ്പോഴും ലീഗിൽ നിന്ന് ഒരാളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല സന്ദർഭങ്ങളിലും വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ പലതും എങ്ങനെയാണ് സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നും, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, MSFന്റെ ആൾക്കാർ. പക്ഷെ അതിന് ആ രീതിയിലുള്ള ഒരു ഇംപ്രഷൻ അല്ല കേന്ദ്രത്തിൽ കിട്ടിയത്. ഞാനത് വളരെ കേരളത്തിൽ നിന്ന് നോക്കൂ, കുറെ കുട്ടികൾ എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞ കുറെ പേര് VD സതീശന് വേണ്ടി പ്രകടനം നടന്നത്. രാഹുൽ ഗാന്ധിയെ ഇന്നലെ ചൊടിപ്പിച്ച വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം VD സതീശൻ ഇന്നലെ അവിടെ കിട്ടിയ സ്വീകരണങ്ങളിലൊന്നാണ്. അവർ KPCC പ്രസിഡന്റിനെ അവർ അധിക്ഷേപിക്കത്തക്ക രീതിയിലേക്ക് ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതൊന്ന്. അതിനൊക്കെ ഉപരി ഇതിനകത്തൊരു കമ്മ്യൂണൽ ആംഗിൾ കയറി വന്നെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ലീഗ്. ലീഗിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. വർഗീയതയുടെ എലമെന്റ് ലീഗിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞ വിമർശനം. ജമാഅത്തയുടെ രീതികളിലേക്ക് ലീഗ് മാറുന്നു എന്നുള്ളത്. പക്ഷെ ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പം അല്ലെങ്കിൽ കൊടി മാറ്റി വെക്കേണ്ടത് വരുന്നു പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് ലീഗിനോട് ചെയ്യുന്ന മോശമാണ്. അത് ലീഗാണ് ചെയ്തിട്ടുള്ളത്. അവരെ ഒരു കാര്യം കഴിയുമ്പോൾ തള്ളിക്കളയുക എന്ന് പറയുന്നത് ലീഗിന്റെ പ്രവർത്തകർ, ഉദാഹരണം ലീഗിന്റെ പ്രവർത്തകരാണ് ഇതെല്ലാം ചെയ്തെന്നിരിക്കട്ടെ. ആ ചെയ്തത് ലീഗിന്റെ പ്രവർത്തകർ എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അത് BJP ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ്. അവരെ നാഷണൽ പൊളിറ്റിക്സിന്റെ സ്ഫിയറിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നോക്കൂ, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാനേ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി ലീഗിനെ ആവശ്യമുണ്ട്, കേരളത്തിൽ അധികാരം പിടിക്കാൻ. അതേ സ്ഥാനത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ അവരൊരു നിലപാട് പറയാൻ, ഇപ്പൊ പറഞ്ഞ പർദ്ദ ഇട്ടുകൊണ്ടും അല്ല ഇങ്ങനൊരു സാധനം ഇട്ടുകൊണ്ടും അവരുടെ പ്രത്യേക കമ്മ്യൂണൽ വേഷവിധാനം ഇട്ടുകൊണ്ടും രമേശ് ചെന്നിത്തലയോ മറ്റാരെയോ അല്ലെങ്കിൽ VD സതീശനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം സപ്പോർട്ടായിട്ട് വിലയിരുത്തുന്ന ഒരു സാഹചര്യം വരുന്നെങ്കിൽ അത് ലീഗിന്റെ സപ്പോർട്ടിന് പകരം നിങ്ങളുടെ ഘടകകക്ഷിയായ ലീഗിന്റെ അണികൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കാണാതെ അത് മുസ്ലിങ്ങളുടെ സപ്പോർട്ടാണ്, മുസ്ലിങ്ങളുടെ സപ്പോർട്ടും മുസ്ലിങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്നുള്ള വിലയിരുത്തലേക്ക് അത് ചെല്ലാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ. അതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിന് പകരം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമല്ല. ആ ഒഴിഞ്ഞു മാറിയാണ് ഈ പരുവത്തിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ സ്ഥാനത്ത് അവിടുത്തെ പല ഇടപെടലിനകത്തും ഇപ്പം VD സതീശന് വേണ്ടി ഇടപെട്ട രീതികൾക്കകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം ഇതിങ്ങനെ ആയിരുന്നില്ല ഇടപെടേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതിനെ കുറിച്ചല്ല, കോൺഗ്രസ് പ്രവർത്തകർ ജാഥ നടത്തിയതിനെ കുറിച്ച് പോലും അല്ല ഞാൻ പറഞ്ഞത്. ആ ജാഥ നടത്തുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പടം വരച്ചിരുന്നത് അല്ലെങ്കിൽ KC വേണുഗോപാൽ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നേതാവ് മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് KC വേണുഗോപാലാണ് ഇതിനെ തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ KC വേണുഗോപാലിനോട് ചിലപ്പോൾ പ്രതിഷേധമോ അല്ലെങ്കിൽ ദേഷ്യമോ തീർക്കാൻ സാധ്യത. അതിന് ഉമ്മൻചാണ്ടിയുടെ പടമൊക്കെ എന്തിനാണ് തീർന്നതെന്ന് എനിക്ക് മനസ്സിലായി.
അല്ല, എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ പടം ആ പടത്തിന്റെ ഇതിനകത്ത് നെഞ്ചില് കെ മൊത്തത്തിലുണ്ട്. സിയുടെ പടം കൊണ്ടുവച്ചോണ്ടല്ലേ ഉമ്മൻചാണ്ടിയുടെ വലിയ പടം വെക്കുന്നു, അതിന്റെ നെഞ്ചില് കെ സിയുടെ വെക്കുന്നു. സ്വാഭാവികമായിട്ടും കെ സിനെ കീറിയപ്പോ ഉമ്മൻചാണ്ടി കീറിപ്പോയതാ. അതുകൊണ്ടായിരിക്കാം. ഈ പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അപ്പൊ ഒരു അത് വലിയ കീറരുത്. ഇലക്ഷൻ പ്രചാരണ ഘടകമായിരുന്നല്ലോ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൊന്നും അത് കീറില്ല. അവർ പലരും ജയിച്ചാലും അതിലൊക്കെ പങ്കെടുക്കും. ഇപ്പോഴേ നേരത്തെ പറഞ്ഞു വന്ന ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഇപ്പൊ രാഹുലും പ്രിയങ്കയും അഭയം തേടി വന്ന സ്ഥലമാണ്. അവരുടെ തട്ടകത്തിലാണ് മത്സരിച്ചത്, അല്ലാതെ ഇങ്ങോട്ട് മധ്യ തിരുവിതാംകൂറിൽ ഇപ്പൊ ഇവര് BJP-ക്കെതിരെയും സംഘപരിവാറിനെതിരെയും കടുത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവര് തിരുവനന്തപുരത്ത് നേമത്തോ വട്ടിയൂർക്കാവോ തിരുവനന്തപുരം മണ്ഡലത്തിൽ എവിടെയും മത്സരിക്കുന്നില്ല. ഇവരും അവിടെ പോയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സേഫ് ആയ സ്ഥലം തെരഞ്ഞെടുക്കും. ഇപ്പൊ രാഹുൽ ഗാന്ധി പോലും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോൾ പോലും തിരുവനന്തപുരത്ത് പോയിട്ട് ഇലക്ഷൻ പ്രചാരണം നടത്തുന്നില്ല. വടക്കൻ സ്ഥലങ്ങളിലും മധ്യ കേരളത്തിലൊക്കെയാണ് നടത്തുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അപ്പോഴേ നമുക്കറിയാം നേമത്തും വട്ടിയൂർക്കാവും ഒക്കെ അട്ടിമറി സാധ്യതയുണ്ടെന്ന്. പക്ഷെ രാഹുൽ വരുന്നില്ല. അപ്പൊ ഇവരുടെ ഈ സംഘപരിവാർ വിരുദ്ധ നിലപാടിലൊക്കെ അതിനുവേണ്ടിയൊക്കെ ലീഗിനെ കൂട്ടിപിടിക്കുക, അല്ലാത്ത സമയത്ത് ഇവർ തള്ളി പറയുകയും ചെയ്യുന്നൊക്കെ പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ ചോദിക്കുന്നത്, ഈ VD സതീശന്റെ ഈ പ്രശ്നം വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ മുസ്ലിം ലീഗ് വെറും ലീഗ് എന്നുള്ള പാർട്ടിയുടെ പേര് മാറി ഇവർ വെറും മുസ്ലിങ്ങളാവും. ഇപ്പൊ സതീശനെ KC വേണുഗോപാലിനെ സംഘി എന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ? സതീശനെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് സംഘി എന്ന് വിളിക്കുന്നുണ്ട്. പുള്ളിയുടെ സംഘി പല വിളക്ക് കത്തിച്ച മുതൽ സംഖ്യ അനുകൂല നിലപാടുള്ള ആളാണ് സതീശൻ എന്ന ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രകടനങ്ങൾ കഴിഞ്ഞ് ഒറ്റ രാത്രി ഇരുട്ടി വെളിച്ചപ്പോ സതീശൻ സുഡാപ്പി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇതൊക്കെ തരത്തിന് വേണ്ടി എല്ലാരും പറഞ്ഞില്ലേ, വേണുഗോപാലിനെ മാത്രമല്ലല്ലോ. ഇല്ല, അതിനകത്ത് പ്രശ്നമുണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ അതൊരു പ്രശ്നമുണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ പ്രശ്നം. ഇപ്പം VD സതീശൻ ഗോൾവക്കറിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം. അതൊരു വിഷയമാണ്, അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്നുള്ള രാഷ്ട്രീയ വിമർശനം അത് ശരിയുമാണ് കേട്ടോ. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ആ വിമർശനം ഇടതുപക്ഷത്തിൽ നിന്നാണ് വരുന്നത്. ഇടതുപക്ഷമാണ് വിമർശിക്കുന്നത്. ആരാണ് വിമർശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ വിമർശനത്തെ അല്ലെങ്കിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ നിലപാട് തെറ്റാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ സമരസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുമ്പം അതിന് മറുപടി പറഞ്ഞു മുന്നോട്ട് പോയി. ഇടതുപക്ഷം അതിനെ വെക്കുന്നതും നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ അത് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് അയാളെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ കാര്യം നിങ്ങൾ തന്നെ എടുത്തിരുന്നതിനകത്ത് പ്രശ്നമുണ്ട്. നോക്കൂ, KC വേണുഗോപാലിനെ സംഘിയാക്കുന്നതും VD സതീശനെ സുഡാപ്പിയാക്കുന്നതും, സുഡാപ്പി എന്നുള്ള പേര് ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള സുഡാപ്പി എന്നുള്ളത് സംഘപരിവാർ അനുകൂലി അല്ലെങ്കിൽ ലീഗ് അനുകൂലിയോ അല്ലെങ്കിൽ SDP അനുകൂലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവിടുന്നതും അല്ലെ അങ്ങനെ ഒരാളെ തള്ളിവിടുന്നതും നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതിനകത്തൊരു അപമര്യാദയുണ്ട്. നിങ്ങൾ അതിനകത്ത് എല്ലാം ഉപയോഗിച്ച ശേഷം അവരെ തള്ളിവിടുന്നതിനകത്ത് ധാർമ്മികമായി തെറ്റാണ്, പൊളിറ്റിക്കലി തെറ്റാണ്, എല്ലാ തരത്തിലും തെറ്റാണ്. കാര്യം നിങ്ങൾക്ക് ഒരു സ്ഥാനമാനത്തിനോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇയാള് സംഖ്യയാണ് എന്ന് പറയുന്നതിനോട് നിങ്ങൾ പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ പറയും. ഞങ്ങൾക്ക് പറയാനുള്ള അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇപ്പൊ 3 പേര് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്നത്. 10-23 തീയതി വരെയൊക്കെ ഇവർക്ക് സമയമുണ്ട്, ഇനിയും സമയം എടുക്കുക, ആലോചിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ 3 പേരെ ഒരു മുഖ്യമന്ത്രി പൊസിഷനിലേക്ക് കാണുമ്പോൾ ലാൽകുമാർ എങ്ങനെ വിലയിരുത്തുന്നത്? VD സതീശന് കുറച്ചുകൂടെ നല്ല വിഷനുള്ള ആളായിട്ടും കുറച്ചുകൂടെ യങ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളും തന്ത്രവും ഒക്കെ ഉള്ളതായിട്ട് വ്യത്യസ്തമായ ഒരു ഭരണം VD സതീശൻ മുഖ്യമന്ത്രിയായി കാണാൻ പറ്റുന്ന കരുതുന്നുണ്ടോ? VD സതീശൻ ഈ കാര്യത്തിൽ നീതി അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ VD സതീശൻ നിർബന്ധമായും നീതി അർഹിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി എങ്ങനെ ഇരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ, ഞാനിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുക. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയോട് എനിക്ക് 1% പോലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. കാര്യം പ്രതിപക്ഷ നേതാവിന്റെ കോണ്ടാക്ട് അത് ഈ രീതിയിലല്ലാതെ, നോക്കൂ, അദ്ദേഹം പെർഫോം ചെയ്തു, അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് ഒരു വശമാണ്. അതിനകത്ത് എനിക്കത് നിസ്സംശയം ഹാൻഡ്സ് ഡൗൺ ആണ്. എനിക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്പ്യൂട്ട് ഓൺ ദാറ്റ് ഇഷ്യൂ. ബട്ട് നൺലെസ് ഇതിനകത്ത് പ്രശ്നം അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു കമ്പോഷർ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചാൽ ആ കമ്പോഷറിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമായിരിക്കും. ഞാൻ അത് പറഞ്ഞ അദ്ദേഹം എത്തത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്റെ പോയിന്റ് അതാണ്. അപ്പൊ അദ്ദേഹം എത്തുമായിരിക്കും, എത്താതിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ലീഡർഷിപ്പിന്റെ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഒരാൾക്ക് മാറാൻ അധികം നേരം വേണ്ട. അറ്റ് പ്രസന്റ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നുള്ള എക്സ്ട്രാപ്പൊളേഷൻ എടുത്താൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ശരീരഭാഷ മോശമായിരിക്കും. ആ ശരീരഭാഷയ്ക്കകത്ത് സംഭാഷണ ശൈലി വരെ ഉണ്ടെന്ന് വിചാരിച്ചു. അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഈ പറയുന്ന നോക്കൂ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അല്ല
മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അദ്ദേഹം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ആ മാറ്റം ആ കസേര കൊണ്ടു കൊടുക്കുന്ന മാറ്റം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം അദ്ദേഹം ഒട്ടും മാറിയിട്ടില്ല, സൗമ്യനല്ല, ചിരിക്കത്തില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പലപ്പോഴും വരുന്നൊരു കാര്യമാണ്. ഇതൊന്നും അല്ലായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയന് വേറൊരു മുഖമുണ്ട്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കേരളത്തിന് 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായാണ്. അദ്ദേഹത്തിന് നമ്മൾ ഇഗ്നോർ ചെയ്യുകയും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിനൊന്നും ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അപ്പുറത്തു നിന്നൊരു ആളെ പാർട്ടിയെ തോപ്പിക്കേണ്ട സാഹചര്യം വരുന്നു, ആ പാർട്ടിയെ തോപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി മോശമാണെന്നും എനിക്ക് എന്തെല്ലാം എഴുതി പറയാം. മുസ്ലിം ലീഗിന്റെ ഇന്ന ആൾ കൊള്ളത്തില്ല, ഇന്ന ആൾ കൊള്ളത്തില്ല, അയാൾ വൃത്തികെട്ടവനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ വൃത്തികെട്ട അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാര്യം അവർ വൃത്തികെട്ടവരല്ല. ഒരു മനുഷ്യനും അങ്ങനെ വൃത്തികെട്ടവനാകാൻ പറ്റില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു. അല്ല, രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് വിമർശനം പറയാലോ. പല സുപ്രധാന ഘട്ടങ്ങളിൽ എടുത്ത രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ള വിമർശനം പറയാം. അതെ, രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ള വിമർശനം അല്ലാതായി പലപ്പോഴും മാറുന്നുണ്ട്. അതാണ് പറഞ്ഞത്. പിണറായി വിജയനെതിരെ ഉള്ളതാണെങ്കിലും അദ്ദേഹം അർഹിക്കാത്ത ഒരുപാട് വിമർശനങ്ങളോ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളിലേക്കൊക്കെ മാറി. അത് വി ഡി സതീശന് നേരിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വി ഡി സതീശന് എക്സെപ്ഷൻ ഒന്നുമില്ല. എല്ലാ ആൾക്കാരും ആ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പം വി ഡി സതീശൻ ചെയ്യേണ്ട, അദ്ദേഹം മുഖ്യമന്ത്രിയെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ പിന്നെ തിരുത്തി പറയാനും തയ്യാറാണ്. ഇപ്പം മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം തഴയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആയിരിക്കില്ല മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം UDF അനുകൂലികളായിട്ടുള്ളവർക്ക്, വി ഡി സതീശൻ അനുകൂലികളായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് രീതിയിൽ മാറ്റം വരുവാണെങ്കിൽ വരട്ടെ. പക്ഷെ അങ്ങനെ അദ്ദേഹം ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ഒരു ചെറിയ കമ്പോഷർ കൊണ്ടുവന്നാൽ മതി. വേറെ പ്രശ്നം, രാഷ്ട്രീയ വ്യക്തതയ്ക്കകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ സംസ്ഥാനത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിപ്പോ കെ സി വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അവർക്കൊക്കെ പറ്റും എന്നുള്ളതാണ്. അത് ഓരോ നിലപാടിനനുസരിച്ച് നമുക്ക് വിമർശനം ഉന്നയിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കെ സി വേണുഗോപാലിൽ നിന്നും രമേശ് ചെന്നിത്തലയിൽ നിന്നും ഒരല്പം വ്യത്യാസം വി ഡി സതീശന് വരുന്നത് വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ രണ്ടുപേരും ഇച്ചിരൂടെ കമ്പോസ്ഡ് ആണ്. അതൊരു വളരെ പേഴ്സണലായിട്ട് പറയുന്നതാണെന്ന് കരുതല്ല. അത് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹം കൈ ചൂണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, അതൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അദ്ദേഹം തിരുത്തും. അദ്ദേഹം നല്ലൊരു പൊസിഷനിലേക്ക്, അടുത്ത പൊസിഷനിലേക്ക്, അടുത്ത ലീഗിലേക്ക് വരും, അദ്ദേഹം തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഒരു ചെറിയ റിഫൈൻമെന്റ് മതിയായിരുന്നു. ദാറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇപ്പൊ ഇവിടെ പല വിഷയങ്ങളൊക്കെ ഭയങ്കര വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു മുനമ്പം വിഷയം 24 മണിക്കൂർ കൊണ്ട് ഞാനിത് പുഷ്പം പോലെ പരിഹരിക്കും, അല്ലെങ്കിൽ വാഹന മോഡിഫിക്കേഷൻ കൊണ്ടുവരും. ഇപ്പൊ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പുള്ളിയുടെ പല ഇന്റർവ്യൂകളിലും പുള്ളി പറയുന്ന കുറെ വിഷൻ ഉണ്ട്. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഇങ്ങനെയാക്കും. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ പോലെയൊക്കെയാണല്ലോ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതേ മുഖ്യമന്ത്രി ആയിരുന്ന ഇതിൽ എന്തൊക്കെ നടപ്പിലാവും, ഇത് ഈസി ആണോ, ഈ പണി, ഈ പ്ലാനിങ്ങും പേപ്പറിലുള്ള സാധനം എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നൊക്കെ കാണാൻ എനിക്ക് സത്യത്തിൽ ആകാംക്ഷയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലോ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലോ ഒന്നും കാണാനൊന്നുമില്ല. സാധാരണ ഇരുന്ന മുഖ്യമന്ത്രിമാരെ പോലെ തന്നെയായിരിക്കും. പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞത് ചെയ്യുമോ അതോ ഇത് നടക്കാത്ത കാര്യമാണെന്ന് അംഗീകരിക്കുകയോ ഏതാണെന്നറിയാൻ എനിക്ക് ശരിക്കും ആകാംക്ഷയുണ്ട്. അത് 2-3 വിഷയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, മുനമ്പം വിഷയം ഒരു സർക്കാരിന് പരിഹരിക്കാൻ പറ്റില്ല. സർക്കാരിന് വേണമെങ്കിൽ ഒരു ഉത്തരവിടാം, ആ ഉത്തരവ് ചലഞ്ച് ചെയ്യപ്പെടും. നോക്കൂ, മുനമ്പത്തെ പ്രശ്നം എന്താ? മുനമ്പത്തെ പ്രശ്നം ആ നിൽക്കുന്ന ആൾക്കാർക്ക് റിലീഫ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അൾട്ടിമേറ്റ് ഒരു ഗവൺമെന്റ് ഉത്തരവല്ല പ്രശ്നം. അൾട്ടിമേറ്റ് റിലീഫ് കൊടുക്കാൻ ഒരു കോർട്ട് ഓഫ് ലോയിൽ കിടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടിനെ, സബ്ജക്ട് മാറ്ററിനെ സർക്കാരിന് പറ്റില്ല. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. അതിപ്പോ വി ഡി സതീശൻ കയറി വന്ന് അദ്ദേഹം പറയുക ഇന്നൊരു ഓർഡർ ഇടുക, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് നോ വാല്യൂ. അത് പറഞ്ഞ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിയമനിർമ്മാണം അദ്ദേഹം വിചാരിച്ചാൽ നടക്കൂ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ റൂൾ അമെന്റ് ചെയ്താലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടാണ്. ആ സ്ഥാനത്തിന് എനിക്കൊന്ന് കൺകറന്റ് ലിസ്റ്റിൽ അത് വരുന്നെന്ന് തോന്നുന്നു. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണെങ്കിൽ പോലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കിട്ടാൻ പോകുന്നില്ല. പൂർണ്ണമായി അവരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കൺകറന്റ് ലിസ്റ്റ് ആണെന്നുള്ള ഒരു ഓർമ്മയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് നടക്കത്തില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം KSRTC-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ KSRTC-യിൽ അങ്ങനെ കൊടുത്താൽ അത് പൂട്ടിയും പോകും. KSRTC-യിൽ ഫ്രീ ജേർണി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊടുത്താൽ അത് പൂട്ടിപ്പോകാനുള്ള സാധ്യത കാണും. കാര്യം അത് അത്രയും ഇറ്റ്സ് ഇൻ എ ക്രൈസിസ് സിറ്റുവേഷൻ. ആ ക്രൈസിസ് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഫ്രീ കൊടുത്ത് പൂട്ടിപ്പോയാലും തെറ്റില്ല എന്ന് പറയുന്ന അങ്ങനെ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ബാക്കി ഒരു കാര്യം, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല അത്
ഈസിയായി നടപ്പാക്കി 25 ലക്ഷം രൂപയുടെ കാര്യത്തിൽ എത്ര കോടി രൂപയുടെ ബഡ്ജറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്ര കോടി. ഇപ്പം ക്ഷേമ പെൻഷന്റെ കാര്യം, ക്ഷേമ പെൻഷൻ നമ്മൾ അത്രയും ഒരു അഭിമാന പ്രശ്നമാക്കി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പം ക്ഷേമ പെൻഷൻ അവർ കൊടുക്കുമായിരിക്കും. ക്ഷേമ പെൻഷൻ നമ്മൾ കൺസിസ്റ്റന്റ്, നമുക്കൊരു ലക്ഷ്യവുമായിരുന്നു കേട്ടോ. നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ LDF നിൽക്കുമ്പോൾ നമ്മൾ ഓരോ സംസാരിക്കുമ്പോഴും നമുക്കൊരു കൺസെൻസസിലെത്തി നമ്മൾ സംസാരിച്ചു കാര്യമാണ് എന്താണ് ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാര്യം ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പണം കിട്ടാതിരിക്കരുത്. കാര്യം യു ഡി എഫിന് ഒരു വലിയ ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാര്യം ക്ഷേമ പെൻഷൻ കൊടുക്കാതെ എങ്ങനെ മുന്നോട്ട് നീങ്ങും. അതിപ്പം 2 മാസം കുടിശ്ശിക വരിക, 3 മാസം കുടിശ്ശിക വരിക എന്നുള്ളതല്ല, പക്ഷെ അത് കൊടുക്കാനൊരു ബാധ്യതയിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അത് കൊടുക്കാൻ ബാധ്യസ്ഥരായി മാറത്തക്ക രീതിയിൽ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ കക്ഷിയെ എത്തിക്കുക എന്നുള്ളത് ഇപ്പുറത്തേക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് പുറകോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് UDF അന്ത്യമായി മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് ദേ വിൽ ഗെറ്റ് ഇറ്റ് ഡൺ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഓഫേഴ്സ് മാത്രമാണ്. അതൊക്കെ ഇറ്റ് വിൽ വാനിഷ് ഇൻ ടു ദ തിൻ എയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളെ അല്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണിത്. ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 102 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നരേന്ദ്രമോദി പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്ന കാര്യമുണ്ടോ? പക്ഷെ നമ്മളുടെ രാഷ്ട്രീയത്തിന് അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ള ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രീയത്തിന്, സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് നൈതികത നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാനത് ചെയ്യുമെന്ന് പറയുന്ന ഒരു രീതി പൊതുവേ ഇല്ലായിരുന്നു. അത് ഈ പ്രാവശ്യം ഉണ്ടായി വന്ന അതൊരു സംഘപരിവാർ ലൈനാണ്. പലപ്പോഴും കനകോലു ഇഫക്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഓഫേഴ്സ് എത്രമാത്രം, ഇപ്പൊ ബീഹാറിൽ എന്താണ് നരേന്ദ്രമോദി ഓഫർ കൊടുത്തിട്ടുള്ളത്, വാട്ട് ഇസ് എ പ്രോമിസ് ആൻഡ് വാട്ട് ഇസ് ദ തിങ്സ് ദേ ഹാവ് ഡൺ എന്നുള്ള ചോദ്യമാണ്. അല്ല, കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, BJP സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട, കോൺഗ്രസിന്റെ ആ പ്രോമിസും പെർഫോമൻസും തമ്മിൽ ലെറ്റ് us use 2 words, promise and performance. ആ പ്രോമിസിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പെർഫോമൻസ് ഉണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഞാൻ പാടാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഫോൾസ് പ്രോമിസ് കൊടുക്കുന്ന രീതി നമ്മുടെ രാഷ്ട്രീയത്തിന് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും നിങ്ങൾ ഇവർ അധികാരത്തിലേക്ക് എത്താനായിട്ട് അവർ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ, ഞങ്ങൾ 6000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും. 6000 ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രാവശ്യം അവരത് 3000 ആക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 3000-ലേക്കാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം 6000 കൊടുക്കുന്നത് എങ്ങനെയും അധികാരം പിടിക്കാനായിട്ടുള്ള ഡെസ്പറേറ്റ് ഓഫറാണ്. ആ ഡെസ്പറേറ്റ് ഓഫറായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നോക്കൂ, അധികാരത്തിലെത്തി എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ശരിയാകുന്നില്ല. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വിമർശിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു വിഷയമാണ്. സുനിതയ്ക്കൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇരിക്കേണ്ടതായിട്ട് വരാൻ സാധ്യത. എന്താണ് കൺക്ലൂഷൻ? ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ അദ്ദേഹം പറവൂർ സീറ്റ് രാജിവെച്ചിട്ട് അവിടെ KC വേണുഗോപാലിനോട് മത്സരിച്ചോളാൻ പറയുകയാണോ ചെയ്യുക, അതോ അദ്ദേഹം മാറി നിൽക്കുമോ, രാഷ്ട്രീയ വനവാസത്തിന് പോവോ, അതോ നല്ലൊരു ധനകാര്യമന്ത്രി ആയിട്ടിരിക്കുമോ? എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി? കോൺഗ്രസിൽ എന്തൊക്കെ സംഭവിക്കും? അതോ VS അച്യുതാനന്ദൻ പോലെ VD സതീശൻ ഭയങ്കര ഒരു റിബലായിട്ട് ഇതാക്കോ? ഈ കർക്കശക്കാരനെ മെരുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ പ്രശ്നം എന്നറിയോ, ഇവരൊക്കെ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ലൈനാണെന്ന് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ അത് സാധ്യമല്ലേ? കോൺഗ്രസിൽ അങ്ങനെ സാധ്യമാണല്ലോ, പുറത്തൊക്കെ നിൽക്കാൻ പറ്റുമല്ലോ അവർക്ക്. അതാ താങ്കൾ പറഞ്ഞ പോലെ പറവൂർ സീറ്റ് രാജിവെക്കുമല്ലോ എന്നുള്ള ചോദ്യത്തിനാണ് എന്റെ ആദ്യത്തെ മറുപടി. അങ്ങനെ രാജിവെച്ചാൽ പിന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ലൈനിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് പാർട്ടി ജയിപ്പിച്ച ആളാണ്. നോക്കൂ, സതീശൻ കോൺഗ്രസിനെയാണോ ജയിപ്പിച്ചത് അതോ കോൺഗ്രസ് സതീശനെയും കൂട്ടിയാണോ ജയിപ്പിച്ചതെന്നൊരു ചോദ്യമുണ്ട്. അവസാനം വലുത് ജനങ്ങളാണ്. നമ്മളത് മനസ്സിലായി. എവിടുന്ന് തുടങ്ങുന്നു? സതീശൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗമാണ്, ലീഡർഷിപ്പ് അദ്ദേഹത്തിന്റെയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരാണ് ജയിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ജനങ്ങളാണ് ജയിപ്പിച്ചത്. അവരുടെ ആ പൊസിഷനെ നമുക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒറ്റ കാരണത്താൽ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പറവൂരെ ജനങ്ങളോട് അദ്ദേഹം എന്ത് പറയും? എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ രാജിവെക്കാന്ന് പറയും. അങ്ങനെ നമുക്ക് തുടരുന്നത് ശരിയല്ല. അപ്പം വ്യക്തി താല്പര്യം മാത്രമായി അദ്ദേഹം ചുരുങ്ങിപ്പോവും. അദ്ദേഹം റബലല്ല ആകാൻ പോകുന്നത്. രാജിവെച്ചാൽ ചുരുങ്ങിപ്പോവും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിനകത്ത് നിന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഫൈറ്റ് ഉണ്ടാകുക. പിന്നെ അപ്പം KC വേണുഗോപാൽ ശ്രദ്ധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായിരിക്കും നോക്കുക. കാര്യം മന്ത്രിസഭയിൽ ഇല്ലാത്ത ഒരു സതീശൻ
കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിരിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പം ചർച്ച നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയും ഇദ്ദേഹം മന്ത്രിസഭയിൽ എത്തിയില്ല എങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും കെ സി നടത്തുക. കെ സിയുടെ കീഴിൽ VD-ക്ക് ഇരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. പക്ഷെ എന്നാലും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ മന്ത്രിയാകണം. ഏറ്റവും നല്ല വകുപ്പ് തന്നെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കാൻ തയ്യാറാണോ ഇദ്ദേഹം എന്നുള്ളൊരു ചോദ്യമുണ്ട്. റബൽ എന്ന് പറഞ്ഞാൽ വിതിൻ ദ ഫ്രെയിംവർക്ക്, വിതിൻ ദ 4 walls ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്, വിതിൻ 4 walls ആണെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റിയേക്കും. അല്ലാതെ പറവൂരെ സീറ്റ് രാജിവെച്ചിട്ടൊന്നും കോൺഗ്രസ് രാഷ്ട്രീയം എന്നല്ല, കേരളത്തിലെ തന്നെ രാഷ്ട്രീയം പറയാൻ നടക്കത്തില്ല. പിന്നെ അദ്ദേഹം സംഖ്യയാകുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു മോശം ഡെറഗേറ്ററി റിമാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറവൂര് രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം BJP ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ കേരള രാഷ്ട്രീയത്തിലൊക്കെ ഒരു നീതി നടപ്പാൻ വേണ്ടതുണ്ട്. ആ നീതിയുടെ ഭാഗമായിട്ട് സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ. പക്ഷെ സതീശന് അല്ലാതെ വേറെ ഏത് MLA രാജിവെക്കുന്നതിൽ ഈ നീതികേടില്ലേ കെ സിക്ക് വേണ്ടി? ഇപ്പോ ആലപ്പുഴ AD തോമസിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇരിക്കൂർ, ഇവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ ആവശ്യമുള്ള MLA തന്നെയല്ലേ? ഇപ്പൊ AD തോമസിനെയൊക്കെ അവരൊരു പ്രതീകമായിട്ട് അവതരിപ്പിച്ച് അതിൽ നിന്ന് കൂടിയാണ് 102 സീറ്റ് കിട്ടിയത്. ആ AD തോമസിന്റെ ഇലക്ഷൻ ഓക്കെ നീ രാജിവെച്ച് വിട്ടുപോയിക്കോ, ഞാൻ ഈ മത്സരിക്കാന്ന് പറയുന്നതിൽ മര്യാദകേടുണ്ടല്ലോ. അതിനകത്തെ മര്യാദ ഉറപ്പായിട്ട് മര്യാദകേടാണ്. അതാണല്ലോ എന്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ പറഞ്ഞ കാര്യം അതാണല്ലോ. അത് അതിനെ ഈ പൊസിഷനെ ഒന്ന് പാസിഫൈ ചെയ്തെടുക്കുന്ന രീതി എന്ന് വെച്ചാൽ അത് ആദ്യം മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നല്ല സ്കീംസോ പോളിസീസോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഡിക്ലെയർ ചെയ്യും. ഈ ഏതൊരു സർക്കാരിനും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. ആ ഹണിമൂൺ പീരീഡിൽ ഇലക്ഷൻ അങ്ങ് നിൽക്കും. അപ്പം ചിലപ്പോൾ അങ്ങ് ജയിക്കും. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഇരിക്കൂറൊക്കെ ആണെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴ പോലൊരു മണ്ണിൽ വന്ന് അദ്ദേഹം ആ മത്സരത്തിന് തയ്യാറാകുന്നു. കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ ആരൊക്കെ കാലു വരും എന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഇരിക്കൂർ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഫോക്കസ്. അല്ലെങ്കിൽ ഈ തൃക്കാക്കര പോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉമാ തോമസ് ഒഴിഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പ്രിഫർ ചെയ്യുക. ഒരു കാരണവശാലും തോക്കാത്ത ഒരു മണ്ഡലമായിരിക്കാം അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, വടക്കാഞ്ചേരി അങ്ങനെ ഒരു മണ്ഡലമായിരുന്നു ഒരു കാലത്ത്. വടക്കാഞ്ചേരി UDF-ന്റെ ഈറ്റില്ലമായിരുന്നു. ആ സ്ഥലത്ത് എങ്ങനെയാണത് UDF-ൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടത്? കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് KPCC പ്രസിഡന്റായ മകനെ മന്ത്രിയാക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയ ശേഷം മത്സരിപ്പിച്ച് തോറ്റുപോയതാണ്. അപ്പൊ അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഒരു പ്രതികാര ബുദ്ധി അങ്ങനെ ഉണ്ട്, അതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ റിസൾട്ട്സ്, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഔട്ട്കം എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട കാര്യമാണ്. കെ സി ഇനി ഇവര് നാട്ടുകാരെ തോപ്പിച്ചു വിടുവോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് KC ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഉറപ്പായിട്ട് എതിർക്കും. എന്തിനാണ് ഇദ്ദേഹം പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ അവിടുത്തെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം തീർന്നോ എന്നുള്ള ഒരു ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ വിൽ അറൈസ്. ഐ ഹാവ് നോ ഡൗട്ട്സ് അബൌട്ട് ഇറ്റ്. അതെ, നമ്മള് 10 കൊല്ലം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടേ അതൊരു സർക്കാർ രീതിയിലേക്ക് എല്ലാം മാറിയിരുന്നല്ലോ. പാർട്ടിയും ഭരണവും എല്ലാം ഭയങ്കര സെറ്റിലായ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കൊന്നിനും വിമർശിക്കാനൊന്നുമില്ല, ഒരു രസവും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഭയങ്കര ഊർജ്ജം, എനർജി, എന്റർടൈൻമെന്റ് എല്ലാ ദിവസവും. ഇപ്പൊ ലാൽകുമാറിനെ പോലും ചാനൽ ചർച്ചയിലൊക്കെ കാണാൻ തുടങ്ങി. വീണ്ടും ആകെ നമ്മള് മറ്റേ തമാശ പറഞ്ഞ ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് അമ്മായിമ്മ മരിച്ചത്. പിന്നെ ആളായി ബഹളായി പന്തലായി ആകെ രസം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി കേരള രാഷ്ട്രീയം. ഞാന് അത് നല്ലതല്ല. നമുക്കിപ്പോ പറഞ്ഞ പോലെ വഴക്കുണ്ടാകുന്നത് കൊണ്ടും ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു വിഷയവും ഇവരിൽ പ്രശ്നമാകുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷന് നല്ലതല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾ ജനറേഷനാ. അത് സുനിത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ 85 ബോണാണ്. അപ്പം ഒരു പയ്യൻ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഈ സിനിമ പറ്റില്ല നമുക്ക്, ഇതൊക്കെ 1990s ജനിച്ച അപ്പൂപ്പന്മാർക്ക് മാത്രമേ, അങ്കിളന്മാരും അപ്പൂപ്പന്മാർക്ക് മാത്രമേ ഇത് പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പം 80s ജനിച്ച നമ്മൾക്ക് നമ്മൾ ഔട്ടാണ് ഈ സാധനത്തിനകത്ത്. അപ്പം നമ്മൾ അപ്പൂപ്പൻ പോലും എല്ലാവരും മേളത്തിൽ കയറി. അപ്പൊ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഞാനോ സുനിതയോ കണ്ടു വന്നിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ രീതിക്ക് അനുസരിച്ച് പറഞ്ഞാൽ നമുക്കതൊരു രസമായിട്ട് തോന്നും. പക്ഷേ ഒരു 10-20% വോട്ടേഴ്സ് എങ്കിലും വരുന്ന യങ് ജനറേഷൻ അതിനെ ചിലപ്പം നല്ല രീതിയിലായിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഐപാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വഴിയൊക്കെ അവര് വേൾഡ് കാണുകയാണ്. എക്സ്പോഷർ ഇസ് സോ ഹൈ, ലെവൽ ഇസ് സോ ഹൈ. അപ്പൊ നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ആ 20% വോട്ട്
അത് കൂടത്തേ ഉള്ളൂ. ഇനിയിപ്പം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ഇൻക്രീസ് എ ലോട്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. പാർട്ടിക്കകത്ത് പോലും കേട്ടോ, എല്ലാ പാർട്ടികൾക്കകത്തും അവരെ കേറ്റർ ചെയ്യുന്നുള്ള ആൾക്കാരുണ്ടാകേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവരുടെ കാര്യം മനസ്സിലാകാത്ത നമ്മള് മറ്റെന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവരുണ്ട്. വാട്ട് ഹി സ്പീക്കിംഗ്, ദിസ് ഇസ് ടോട്ടലി ഏലിയൻ ടു മീ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അത് അവരെ അഡ്രസ് ചെയ്യണ്ടേ? അവരെ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു യങ്ങർ പോപ്പുലേഷൻ ആണ് പറയുമ്പോൾ അത് ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആകുന്നതിന് കാരണം പൊളിറ്റിക്കൽ യൂണിറ്റ് അതിനെ അഡ്രസ് ചെയ്യാതെ വരുമ്പോഴാണ്. അപ്പൊ അതിനൊരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആകാതിരിക്കാനായിട്ട് ഈച്ച് ആൻഡ് എവറി പൊളിറ്റിക്കൽ പാർട്ടി ഹാസ് ഇറ്റ്സ് റോൾ. അവരത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ പഴയതുപോലെ പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്തെ പോലെ രസം എന്ന് തോന്നുന്നു, നമുക്ക് രസം എന്ന് തോന്നുന്നത് അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് രസമായി തോന്നില്ല. അതിനകത്ത് ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ പറഞ്ഞ ഇതിന് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ KPCC-യിൽ വന്ന പെട്ടെന്ന് നടക്കുന്നു, തിരിച്ചു പറയുന്നു, മറിച്ച് പറയുന്നു. മാധ്യമങ്ങൾക്ക് സുനിത എന്ന മാധ്യമ പ്രവർത്തകയാണ് അതിനകത്ത് കണ്ടിട്ട് നോക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വാർത്തയാണ്, എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നു. അത് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനും എല്ലാ ദിവസവും വാർത്ത കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രക്ചേർഡ് അല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മളതിനെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളത് അഡ്രസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. കൺക്ലൂഡിങ് ദ മാറ്റർ, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ എടുക്കുന്നത്. കാര്യം നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കൂ, അശോക് ഗെഹ്ലോട്ടിന്റെ കാര്യം നോക്കൂ, കർണാടകത്തിലെ കാര്യം എടുത്ത് നോക്കൂ, മധ്യപ്രദേശിൽ കമൽനാഥുമായി ബന്ധപ്പെട്ട വിഷയം നോക്കൂ. ഇതൊന്നും കോൺഗ്രസിന് ഗുണപ്രദമായ ഒരു സാഹചര്യം ഉണ്ടായില്ല. ആ ഡിസിഷൻസ് ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് ദേ റീച്ച് നോവെയർ. അത് നമുക്ക് അതൊരു പ്രശ്നമാണത്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഇത് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നിങ്ങൾ ജനങ്ങളെ നോക്കൂ. നേതാക്കന്മാർ 46 പേരുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന വോട്ട് ചെയ്ത അണികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേതാക്കളല്ലേ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ നേതാക്കളെ നേതാവാക്കിയ ആ 46 സീറ്റ് ജയിപ്പിച്ച ആ അണികൾ ആ നേതാവിനൊപ്പം ഉണ്ടോ എന്നുള്ളതോട് അടുത്ത ചോദ്യം ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള സത്യയോടെ കിടക്കുകയാണ്. അപ്പൊ വിത്ത് ഓൾ ഡിസഗ്രിമെന്റ്സ്, I am disagreements with VD Sadishan. I am with VD Sadishan on this matter because that is reasonable, that is justice, and that should prevail. എന്റെ ആഗ്രഹം അത് തന്നെ. VD സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ. ഇത്രയും കോടി നടന്നല്ലേ, ഇത്രയും സീറ്റൊക്കെ ഉണ്ടാക്കിയതല്ലേ, കുറെ കാലമായിട്ട് 5 കൊല്ലമായി ഇതിനൊക്കെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെക്രട്ടറി എന്നുള്ള അധികാരം കൊണ്ടുവന്ന് അതിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട തട്ടിപ്പറിക്കേണ്ട സാധനം അല്ലാത്തതുകൊണ്ട് ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട്, കേരളമായതുകൊണ്ട് പ്രത്യേകിച്ചും